ഓക്കെ, വൺസ് അഗൈൻ ഓക്കെ, ഗുഡ് ഈവനിങ് ടു വാം വെൽക്കം, ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ടാക്സിൽ വന്നിട്ടുള്ള TDS വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷനാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ മാറ്റങ്ങളാണ്, പുതിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. സെഷൻ എടുക്കുന്നത് നമുക്കൊക്കെ വളരെയേറെ പ്രിയങ്കരാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ കേരളത്തിലും ഓൾ ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വളരെ പ്രിയങ്കരായിട്ടുള്ള, വളരെയധികം ഉത്തരവാദിത്തങ്ങളുള്ള പാലക്കാട്ടുകാരായിട്ടുള്ള അജിത് സാറാണ്. അജിത് സാറിന്റെ സെഷൻസ് ഓൾറെഡി നിങ്ങൾ കേട്ടേക്കുന്ന കുറേ ആളുകളുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ ഇതേമാതിരി ഒരു വെബിനാർ നടത്തിയിരുന്നു. അന്ന് GST ഓൺ റെന്റൽ സർവീസും GST ആംനസ്റ്റി സ്കീമിനെ കുറിച്ചിട്ടുള്ള ഒരു വെബിനാറായി നടത്തുന്നത്. അതും അജിത് സാറും സോമസ് സാറും ജോയ് സാറും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഇൻകം ടാക്സിനാണ്. നാളെ ഞാൻ പറഞ്ഞു, നാളെ നമ്മൾ എടുക്കുന്നത് GST കുറിച്ചിട്ടാണ്. അപ്പൊ രണ്ടിലും നമുക്ക് പോയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് ഒരു അക്കൗണ്ടിങ് കമ്മ്യൂണിറ്റിക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഷെയറിംഗ് നോളജ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ടാക്സ് വെച്ച് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ 10-30 വർഷമായിട്ട് അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. PF ആയിട്ടാണ് അവസാനം പോകുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് മേഖലയിലാണ് കൂടുതലും. പിന്നെ കൺസൾട്ടൻസി ഉണ്ട്, മാനേജ്മെന്റ് കൺസൾട്ടൻസി ഉണ്ട്, പ്ലസ് ട്രെയിനിങ്, കോർപ്പറേറ്റ് ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഇത് മാത്രമാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ സെഷന്റെ അവസാനം വരെ നിങ്ങൾ കാത്തു നിൽക്കുക. നമ്മുടെ GST കോഴ്സിനെ കുറിച്ചിട്ടും TDS കോഴ്സിനെ കുറിച്ചും ഞാൻ പിന്നീട് പറയാം. വളരെ നമുക്ക് നമ്മുടെ ശിവദാസ് സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടും. സാറിന്റെ സ്വദേശം പാലക്കാടാണ്. നോർമലി ഒരുവിധം ആളുകൾക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും പക്ഷേ ഒഫീഷ്യലായിട്ട് ഞാൻ ഒന്ന് പറയുക എന്നുള്ള എൻ്റെ ഒരു ചുമതല സാറിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സാറ് ACMA ACA ആണ്. ബേസിക്കലി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായ പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്നാണ്. അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പറാണ്. ഓൾ ഇന്ത്യ ഇതാണ്. പിന്നെ മാത്രമല്ല സൗത്ത് ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷന്റെ പ്രസിഡന്റാണ്. സാറ് നടന്നുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മിക്ക ക്ലാസ്സുകളിലും വമ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസിലൊക്കെ സാറ് അതിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. സാറിനെ കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ഭാഗ്യം കൊണ്ടാണ് സാറിനെ കിട്ടുന്നത്. ഇന്നും സാർ തൃശ്ശൂർ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ഞാൻ ഇന്നലെ കണ്ട് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ സാറിന്റെ ഒരു മണിക്കൂർ സെഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ സാറാണ് ഇന്നത്തെ ഫാക്കൽറ്റി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. കാരണം നിങ്ങൾ എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഈ അപ്ഡേഷന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഈ സെഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് നിങ്ങൾ എല്ലാവർക്കും സംശയങ്ങൾ മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സംശയങ്ങളും കാര്യങ്ങളും, പിന്നെ സാർ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അതുവരെ നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യുക. വന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും, 62 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തോടെ ടാസ്ക് കൊച്ചിയുടെ ഈ വെബിനാർ ടാസ്ക് കൊച്ചിയുടെ പേരിൽ വെൽക്കം ചെയ്യാണ്. വൺസ് അഗൈൻ 8:13 ഓവർ ടു ഐ സർ പ്ലീസ്. നമസ്കാരം GK സർ. ടാക്സ് കൊച്ചിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പുതിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം എന്നുള്ളത് ഇൻകം ടാക്സിന്റെ, പ്രത്യേകിച്ച് TDSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നതായ ഒരു സെഷനാണ്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു, എന്നെ കാണാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. കേൾക്കാം സർ, കേൾക്കാം. ഓ സർ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം ഇൻകം ടാക്സ് അപ്ഡേറ്റ്സ് ആണ്. റീസെന്റ് അമെന്റ്മെന്റ്സ് ഇൻ ഇൻകം ടാക്സ് അലോങ് വിത്ത് TDS എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഇൻകം ടാക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടാണ് ഒരു വിഷയം എന്നുള്ളത് ഇൻകം ടാക്സ് ബിൽ 2025 എന്നുള്ളതാണ്. അപ്പോൾ 1/4/2026 തൊട്ട് പുതിയ ബില്ല് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 13/2/2025, ഇപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻജി പാർലമെന്റിൽ പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. എത്രയും പെട്ടെന്ന് ഈ പറയുന്നത് പോലെ ഉണ്ടാവുന്നതായ ഇൻകം ടാക്സ് പുതിയ ആക്ട് വരികയും 1/4/2026 പുതിയ നിയമങ്ങൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ആക്ട് മാത്രമേ ആയിട്ടുള്ളൂ. അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന റൂളുകളും ഫോമുകളും എല്ലാം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉണ്ടാവുന്ന കാലങ്ങളിൽ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടാവുന്ന ഒരു വിഷയം എന്നുള്ളത് GST ആയിരുന്നു. എന്നാൽ ഇനി ഒരു ട്രെൻഡ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻകം ടാക്സിലെ ട്രെൻഡിലേക്ക് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീഷണേഴ്സിനും അല്ലെങ്കിൽ ഈ പറയുന്നതായ ഇൻഡസ്ട്രി പീപ്പിളിനും ഏറ്റവും കൂടുതൽ സ്കോപ്പ് കൊടുക്കുന്നതായിട്ടുണ്ടാവുന്നതായ ഒരു സബ്ജക്റ്റായിട്ട് മാറുകയാണ് ഇൻകം ടാക്സ്. ഈ ഒരു ആമുഖത്തോടു കൂടി ഇപ്പോൾ ആക്ച്വൽ ഉണ്ടാവുന്നതായ അപ്ഡേറ്റ്സിലേക്ക് പതുക്കെ കടക്കാം. അപ്പോൾ ആ അപ്ഡേറ്റ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നത് ഇന്നിപ്പോൾ മാർച്ച് 19, 2025 ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പുതിയ സാമ്പത്തിക വർഷം 25-26 കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 25-26
സാമ്പത്തിക വർഷം 24-25 വരുമാനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ടാക്സിന്റെ റിട്ടേൺസും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ 24-25 സാമ്പത്തിക വർഷം, പ്രീവിയസ് ഇയർ 24-25, അസസ്മെന്റ് ഇയർ 25-26മായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ബഡ്ജറ്റ് 2024 ഇപ്പൊ ബഡ്ജറ്റ് 2024 നമുക്കറിയാം, അതൊരു യൂണിയൻ ഇലക്ഷൻ നടന്ന വർഷമായതുകൊണ്ട് തന്നെ ഒരു ഇന്ററിം ബഡ്ജറ്റ് ഫെബ്രുവരി മാസം വരികയുണ്ടായി. അതിനു പുറമെ ജൂലൈ മാസം 23-ന് രണ്ടാമത്തെ ബഡ്ജറ്റ് ആഫ്റ്റർ ഇലക്ഷൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ രണ്ട് ബഡ്ജറ്റ് ഉണ്ട് 2024. ആ രണ്ട് ബഡ്ജറ്റ് 2024 നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാവുന്നതായ അസസ്മെന്റ് ഇയർ 25-26 ബന്ധപ്പെട്ടുണ്ടാവുന്നതായ ബഡ്ജറ്റ്. പിന്നീട് ഉണ്ടാവുന്ന ബഡ്ജറ്റ് എന്നുള്ളത് 2025 ബഡ്ജറ്റ്. ഇപ്പൊ ഈ ഫെബ്രുവരി 1 അവതരിപ്പിച്ച 2025 ബഡ്ജറ്റ്, അത് 25-26 പ്രീവിയസ് ഇയർ, 26-27 അസസ്മെന്റ് ഇയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നതായ പ്രൊവിഷൻസ് ആണ്. ഈ പറഞ്ഞ രണ്ട് ബഡ്ജറ്റുകളിലും തീർച്ചയായിട്ടും ഈ പറയുന്ന TDS-ലും ഇൻകം ടാക്സിലും ഗണ്യമായ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പറയുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതായിട്ടുണ്ടാവുന്ന വിഷയം. പ്ലസ് ഇൻകം ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സമയം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. പതുക്കെ വിഷയത്തിലേക്ക് കിടക്കട്ടെ. യെസ് സർ, പ്ലീസ്. താങ്ക് യു. എല്ലാവരുടെയും മൗനാനുവാദത്തോട് കൂടിയിട്ട് ഞാൻ പതുക്കെ വിഷയത്തിലേക്ക് കിടക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 ഘട്ടമായിട്ട്, 3 തട്ടുകളാക്കി ഇതിനെ തരംതിരിക്കുന്നു. 2024 ബഡ്ജറ്റിന്റെ പ്രപ്പോസൽ, 2025 ബഡ്ജറ്റിന്റെ പ്രപ്പോസൽ, പുതിയ ഇൻകം ടാക്സ് ബില്ല് 2025മായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന സുപ്രധാനമായ ചില മാറ്റങ്ങളെ പറ്റിയിട്ട്. അതിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ടാവുന്ന വിഷയം 87A ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നതായ ഒരു പ്രൊവിഷനാണ്. എന്താണ് 87A? നമുക്കറിയാം, റിബേറ്റുമായി ബന്ധപ്പെട്ടതാണ്. വളരെ വിപ്ലവകരമായ രീതിയിൽ ഉണ്ടാവുന്നതായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ പറയുന്നതായ ബഡ്ജറ്റ് 2025 വന്ന ഒരു പ്രൊവിഷനാണ് 87A, റിബേറ്റ് എന്ന് പറയുന്നു. നമുക്കറിയാം, ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇൻകം ടാക്സ് റിട്ടേൺസിൽ 2 റിജൈമുകളുണ്ട്. ഓൾഡ് റിജൈം, ന്യൂ റിജൈം എന്നറിയപ്പെടുന്ന, ഓപ്റ്റ് ഔട്ട് റിജൈം, ഡിഫോൾട്ട് റിജൈം എന്നറിയപ്പെടുന്നതായ 2 റിജൈമുകൾ. ഡിഫോൾട്ട് റിജൈം അഥവാ ന്യൂ റിജൈമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി തരത്തിലുണ്ടാവുന്നതായ ഡിഡക്ഷൻസും എക്സംഷൻസും വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക തരം ടാക്സ് റേറ്റിൽ, വളരെ കുറഞ്ഞ ടാക്സ് റേറ്റിലേക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാവുന്നതായ ന്യൂ റിജൈം, ഡിഫോൾട്ട് റിജൈം എന്ന് പറയുന്ന ഒരു പദ്ധതിയും, എല്ലാ ഡിഡക്ഷൻസും എല്ലാ എക്സംഷൻസും എൻജോയ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഹയർ റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടാവുന്ന സ്ലാബ് റേറ്റോട് കൂടിയിട്ടുണ്ടാവുന്നതായ ഓൾഡ് റിജൈം അഥവാ ഓപ്റ്റ് ഔട്ട് റിജൈം എന്ന് പറയുന്ന രണ്ടാമത്തെ ടാക്സ് റിജൈം രീതിയും അതിനകത്തുണ്ട്. അപ്പൊ നമുക്കറിയാം, ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ന്യൂ റിജൈം അഥവാ ഡിഫോൾട്ട് റിജൈം എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന ടാക്സ് രീതിയിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിവിലേജസ്, ഒരുപാട് ടാക്സ് അഡ്വാൻറ്റേജസ് ഈ ന്യൂ റിജൈം ടാക്സേഷൻ രീതിയിലേക്കാണ് ഗവൺമെന്റ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് 2025 അതിന് വിഭിന്നമല്ല. അതിലും ഈ ന്യൂ റിജീമുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓൾഡ് റിജീമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ടാക്സ് റേറ്റുകളും സ്ലാബുകളും റിബേറ്റുകളും എല്ലാം ഒരേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആമുഖത്തോടു കൂടി ഈ പറയുന്ന 87A ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ചർച്ചകൾ, ഈ 87A ന്യൂ റിജീമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന 87A പ്രൊവിഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നു. കാരണം ഓൾഡ് റിജീമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന 87A എന്നുള്ളത് 5 ലക്ഷത്തിനേക്കാൾ താഴെയാണ് എൻ്റെ ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ, ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ എല്ലാ ഡിഡക്ഷൻസും എക്സംഷൻസും ഒക്കെ കുറച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഇൻകത്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നു. ആ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ 12,500 രൂപ അവർ ആ പറയുന്ന ടാക്സ് വിച്ച് എവർ ഈസ് ലോവർ റിബേറ്റ് ആയിട്ട് കിട്ടുകയും ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻകം ടാക്സ് ലയബിലിറ്റി വരികയുണ്ടാവുന്നുള്ളൂ. ഇപ്പൊ നോർമലി ടാക്സബിൾ ഇൻകം ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിലേക്ക് 12,500 രൂപയാണ് ടാക്സ് വരിക. സോ ലിറ്ററലി 5 ലക്ഷം രൂപ വരെ വരുന്ന ആൾക്കാർക്ക് 1 രൂപ പോലും നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല ഓൾഡ് റിജീമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ഡിഡക്ഷൻസും എക്സംഷൻസിനും ശേഷം. എന്നാൽ ഈ ന്യൂ സ്കീം പ്രകാരം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ 3 വർഷങ്ങളിലെ അതിലേക്ക് തുലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ന്യൂ റിജീമിൽ ഉണ്ടാവുന്ന 87A അസസ്മെന്റ് ഇയർ 24-25 ഓൾറെഡി റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വർഷം, 24-25 അസസ്മെന്റ് ഇയർ, ഇനി വരാൻ പോകുന്ന വർഷം 25-26 അസസ്മെന്റ് ഇയർ, അത് കഴിഞ്ഞ് ഇപ്പൊ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച 26-27 അസസ്മെന്റ് ഇയർ. 3 രീതിയിൽ ഞാൻ ഈ പറയുന്ന 87A ഒന്ന് കമ്പയർ ചെയ്ത് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടും. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ 87A പറ്റി ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. ഈ കഴിഞ്ഞ വർഷം 24-25 ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന 87A നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ജൂലൈ മാസം അല്ലെങ്കിൽ ജൂൺ മാസം, ജൂലൈ മാസം 2024 കൂടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇൻകം ടാക്സിന്റെ വെബ് പോർട്ടലിനകത്ത് സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112 പ്രകാരം 20% ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെക്യൂരിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 112A പ്രകാരം 10% ടാക്സ് റേറ്റ് ആണ്. അതേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 111A പ്രകാരം 15% ടാക്സ് റേറ്റ് ആണ്. അതേ സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകം ആയിട്ടുണ്ടാവുന്നതായ ലോട്ടറി വിന്നിങ്ങും തുടങ്ങിയ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് 30% സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകം ആണ്. ആ പറയുന്ന സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിനെല്ലാം റിബേറ്റ് കൊടുക്കാതെ കണ്ടാണ് പുതിയ ഇൻകം ടാക്സ് പോർട്ടലിൽ ഉണ്ടാവുന്നതായ വെബ് പോർട്ടലിൽ ഉണ്ടാവുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ പറയുന്നതായ റിട്ടേൺ സബ്മിഷൻ യൂട്ടിലിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മളൊരു എക്സ്റ്റേണൽ യൂട്ടിലിറ്റി ഉപയോഗിച്ച് ഈ പറയുന്നതായ ഇൻകത്തിന് ഉണ്ടാവുന്ന റിബേറ്റ് പോലും ക്ലെയിം ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം 143(1) ഇന്റിമേഷൻ വരുമ്പോൾ അതിന്റെ എല്ലാം കൊണ്ടും ഡിമാൻഡായിട്ട് വന്നുകൊണ്ടുണ്ടാവുന്ന രീതിയിലേക്കാണ് എന്ത് വന്നുകൊണ്ടിരിക്കുന്നു, ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിവാദമാവുന്നതായിട്ടുണ്ടാവുന്ന ഒരു സെക്ഷനിലുള്ള ഒരു സെക്ഷനാണ് ഇപ്പോൾ 87A എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന സെക്ഷൻ. അപ്പൊ ഈ പറയുന്നതായിട്ടുണ്ടാവുന്ന ഡിമാൻഡുകളെല്ലാം കൃത്യമായ ഡിമാൻഡാണോ, അടയ്ക്കേണ്ടതായ ഡിമാൻഡാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്ന വിഷയം. വീണ്ടും ഞാൻ പറയുന്നു, 87A വിത്ത് റിലേറ്റിംഗ് ടു ഇപ്പൊ കഴിഞ്ഞ അസസ്മെന്റ് ഇയർ 24-25, പ്രീവിയസ് ഇയർ 23-24. അപ്പൊ ആ വർഷത്തില് യഥാർത്ഥത്തിൽ സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിന്റെ കൂട്ടത്തിൽ 112A ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആഫ്റ്റർ പേയിങ് STT ഉണ്ടാവുന്ന ടാക്സേഷൻ 10% എന്ന് പറയുന്ന 112Aയിൽ മാത്രമേ റിബേറ്റ് കിട്ടില്ല എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുള്ളൂ. 112 ആയിക്കോട്ടെ, 111A ആയിക്കോട്ടെ, 1115BBB ആയിക്കോട്ടെ, ഒരു സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിലും സ്പെസിഫിക് ആയിട്ട് റിബേറ്റ് അപ്ലിക്കബിൾ അല്ല, റിബേറ്റ് കിട്ടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു പ്രൊവിഷൻസും ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 24-25 എന്നുള്ള സാമ്പത്തിക വർഷത്തില് 143(1) പ്രകാരം ഈ സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിന് വേണ്ടിയിട്ട് ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിലോ റീഫണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അപ്പീലിന് പോകാവുന്നതാണ്. ആ അപ്പീലിന് പോകുന്ന പക്ഷം ഒരുപാട് അപ്പീലുകൾ കമ്മീഷൻ തന്നെ അനുകൂലമായിട്ടുണ്ടാവുന്നതായ വിധി അതിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഉണ്ടാവുന്നതായ പ്രകാരം നമ്മളിപ്പോ പറയുന്ന 24-25 സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്ന സംഗതിക്ക് 87A നിഷേധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്കതിനെതിരെ അപ്പീലിന് പോകാവുന്നതാണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ പറയുന്ന വർഷം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അസസ്മെന്റ് ഇയർ 25-26. ഈ പറയുന്ന വർഷം 25-26 റിബേറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ടാക്സ് റേറ്റില് ന്യൂ ടാക്സേഷൻ റിജൈം പ്രകാരം ഉണ്ടാകുന്ന സ്ലാബ് റേറ്റ് 24-25 0 മുതൽ 3, 3 മുതൽ 6, 6 മുതൽ 9 എന്നുള്ള രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന അസസ്മെന്റ് ഇയർ ഈ 24-25 പ്രീവിയസ് ഇയറിന് 25-26 ടാക്സ് അടയ്ക്കാൻ പോകുന്ന സമയത്ത് ആ സ്ലാബ് റേറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 0 മുതൽ 3 നില് 3 മുതൽ 6 എന്നുള്ളതിന് പകരം 3 മുതൽ 7 എന്നുള്ള നിലയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പൊ 3 മുതൽ 7 വരെ വരുന്ന എമൗണ്ടിന് 4 ലക്ഷം രൂപയ്ക്ക് 5% നിലയിലേക്ക് എത്തുന്ന സമയത്ത് 7 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ടാക്സ് വരുന്നുള്ളൂ. കാരണം 3 തൊട്ട് 7 വരെ ഉണ്ടാവുന്ന 4 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ 20,000 രൂപയാണ് അതിലേക്ക് ടാക്സ് വരുന്നു. എന്നാൽ റിബേറ്റ് 25,000 രൂപ വരെ എന്ത് വരുന്നുണ്ട്, റിബേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ റിബേറ്റ് സെക്ഷനകത്ത് 87A ക്കകത്ത് 7 ലക്ഷം രൂപ വരെ ഉണ്ടാവുന്ന ടാക്സ് ഓർ 25,000 വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ളത് അമെൻഡ് ചെയ്യാതെ സ്ലാബ് റേറ്റ് മാത്രം കൂട്ടുന്നതുകൊണ്ടുണ്ടാവുന്നതായ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തത്വത്തിൽ 25,000 രൂപ വരെ റിബേറ്റ് കിട്ടാൻ അർഹതയുണ്ടാവുന്ന ആൾക്ക് 7 ലക്ഷം വരെ വരുമാനമുള്ളവർക്കേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് 25,000 രൂപ റിബേറ്റിന് പകരം എല്ലാവർക്കും മാക്സിമം 20,000 രൂപയ്ക്ക് മാത്രമേ റിബേറ്റ് കിട്ടാനുണ്ടാവുന്ന സാധ്യത ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മൾ ഇനി അടുത്ത വർഷം റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നതായിട്ടുണ്ടാവുന്നതായ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ 7 ലക്ഷം രൂപയുടെ ടാക്സ് ഓർ 25,000 രൂപ എന്ന് പറയുന്നതിന് പകരം 7.5 ലക്ഷം രൂപയുടെ ടാക്സ് ഓർ 25,000 വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25,000 രൂപ വരെ ഉണ്ടാവുന്നതായ റിബേറ്റ് എടുക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലാബ് മാത്രം ഉയർത്തി 87A ലിമിറ്റ് 7 ലക്ഷമായിട്ട് തന്നെ നിലനിർത്തുന്നത് കൊണ്ട്, കാരണം കഴിഞ്ഞ വർഷത്തിൽ 7 ലക്ഷം എന്നുള്ള മതിയായിരുന്നു 25,000 റിബേറ്റ് എടുക്കാൻ. കാരണം കഴിഞ്ഞ വർഷം 0 തൊട്ട് 3, 3 തൊട്ട് 6, 6 തൊട്ട് 7, അപ്പൊ 6 തൊട്ട് 7 വരെ വരുന്നതിന് 10% ടാക്സ് വരുമായിരുന്നു എന്നുള്ളത് കൊണ്ട് 25,000 രൂപയിലേക്ക് 7 ലക്ഷം ഒതുങ്ങുമായിരുന്നു. എന്നാൽ സ്ലാബ് റേറ്റ് 3 തൊട്ട് 7 വരെ എന്നുള്ളതിലേക്ക് ഉയർത്തി 7 ലക്ഷം എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് സിമിലർ ആയിട്ട് നിർത്തിയത് കൊണ്ട് തന്നെ മാക്സിമം എലിജിബിൾ ആയിട്ടുണ്ടാവുന്ന റിബേറ്റ് എന്നുള്ളത് 20,000 ആയിട്ട് ചുരുങ്ങുന്നു. 25,000 വരുവാനായിട്ടുണ്ടാവുന്ന സാധ്യത ഉണ്ടാവുന്നില്ല. മാത്രമല്ല സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകം 112 പ്രകാരം ഉണ്ടാവുന്ന 20%, 111A പ്രകാരം ഉണ്ടാവുന്ന 15%,
ഒക്കെ വരുമായിരുന്നുവെങ്കിൽ അത് ഉപയോഗിക്കാം എന്നുള്ള നിലയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ഓർഡറുകളിലൊന്നും ഡിപ്പാർട്ട്മെന്റ് ആ സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിന് അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിലാണ് എന്ത് വന്നുകൊണ്ടിരിക്കുന്നു, നോട്ടീസുകളും ഓർഡറുകളും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 25-26 ഇനി കാണാൻ പോകുന്നതായ അസസ്മെന്റ് 25-26 കാണാൻ പോകുന്നതായിട്ടാണ് ഏറ്റവും വലിയൊരു വിവാദം ഫുൾ അപ്ലിക്കബിലിറ്റി ഓഫ് 25,000 കിട്ടുന്നില്ല എന്നുള്ള പോയിന്റിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് റിലേറ്റിംഗ് ടു 87A. ഇനി 24-25 പ്രശ്നം പറഞ്ഞു, 25-26 ഉണ്ടാവുന്ന പ്രശ്നം പറഞ്ഞു. ഇനി ഇതേ 87A 26-27 അസസ്മെന്റ് ഇയർ, 25-26 പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 87A എന്നുള്ളത് 25,000 നിന്നും ന്യൂ റിജൈം ഓപ്റ്റേഴ്സിന് 60,000 രൂപയാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. 60,000 രൂപയാക്കി ഉയർത്തുക എന്ന് പറയുന്ന സമയത്ത് പുതിയ സ്ലാബ് റേറ്റ് 0 മുതൽ 3, 3 മുതൽ 6, 0 മുതൽ 4, 4 മുതൽ 8, 8 മുതൽ 12, 12 മുതൽ 16, 16 മുതൽ 20, 20 മുതൽ 24, 24 എബോവ് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നീട് ആ സ്ലൈഡ് കാണും. സ്ലാബ് റേറ്റ് പ്രകാരം 0, 5, 10, 15, 20, 25, 30 എന്നുള്ള ശതമാനം പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് റേറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ആ സ്ലാബ് റേറ്റ് പിന്നീട് കാണാം. അപ്പൊ ആ രീതിയിൽ ഉണ്ടാകുന്ന സ്ലാബ് റേറ്റിലേക്ക് ഉണ്ടാകുന്നതായ പുതുക്കൽ പ്രമാണിച്ച് 25,000 എന്നുണ്ടാകുന്ന റിബേറ്റ് 12 ലക്ഷം രൂപ വരയ്ക്കും ഇൻകം ഫ്രീ എന്നുള്ള നിലയിലേക്ക്, 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്നുള്ളതിന് പകരം 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്നുള്ള നിലയിലേക്കും റിബേറ്റ് 25,000 നിന്നും 60,000 രൂപയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. തദ്വാര ഒരു സാലറീഡ് പേഴ്സണിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ അടക്കം 12,75,000 രൂപ വരെ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, രണ്ടുപേർക്കും 12,75,000 ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് 25,50,000 രൂപയുടെ വരുമാനത്തോളം 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥയില്ലാതെ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ജനപ്രീതി നേടിയിട്ടുണ്ടാവുന്നതായ ഒരു പ്രപ്പോസലാണ് 2025 ബഡ്ജറ്റില് ഫിനാൻസ് മിനിസ്റ്റർ നമുക്കിപ്പോൾ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ പറയുന്നതായ റിബേറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന 3 സ്റ്റേജ്. 24-25 ഉണ്ടാവുന്ന അപ്പീൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, 25-26 ഈ പറയുന്നതായിട്ടുണ്ടാവുന്ന വിവാദം സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകം കിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന് പുറമെയാണ് ഈ 5,000 രൂപ കുറവ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. 26-27 ബഡ്ജറ്റ് മെമ്മോറാണ്ടത്തിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ആക്ടിനകത്ത് എവിടെയും പറയാതെ തന്നെ ബഡ്ജറ്റ് മെമ്മോറാണ്ടത്തിനകത്ത് മാത്രം പറയുന്നുണ്ട് സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിന് മുകളിൽ എന്ത് കിട്ടുന്നില്ല, റിബേറ്റ് കിട്ടുന്നില്ല. അത് എന്താണ് അതിന്റെ സൂത്രം എന്നുള്ളത് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ബഡ്ജറ്റ് മെമ്മോറാണ്ടത്തിനകത്ത് ബില്ലിനകത്ത് പറയുന്നതിനേക്കാൾ മുകളിലേക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം 87A. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അടുത്ത ഘട്ടത്തിൽ നമുക്ക് 87A വീണ്ടും കാണാം. പിന്നീട് വന്നിട്ടുള്ള സുപ്രധാനമായ മാറ്റം, രണ്ടാമത്തെ വിഷയം ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു വിഷയമാണ്. ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സാറേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഇല്ല സാറേ, കുഴപ്പമില്ല. കണക്ഷനിൽ ഇഷ്യൂ ഉണ്ടോ? ചെറിയൊരു ഇതുണ്ട്, ഇത് വരുന്നുണ്ട്, പക്ഷേ ഇല്ലല്ലോ. കുഴപ്പമില്ല. ഇടയ്ക്കൊരു വ്യത്യാസമുണ്ട് സാറേ, ഇടയ്ക്കൊരു കേൾക്കാൻ മേലായ്മയുണ്ട്, ഉണ്ടല്ലേ? പതറുന്നുണ്ട്. പതറുന്നത് ഞാനല്ല, ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് ആണ് അൺസ്റ്റേബിൾ ആവുന്നത്. യെസ്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ആണ് രണ്ടാമത്തെ ടോപ്പിക്. ആ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നതായ സുപ്രധാനമായ 3 മാറ്റങ്ങൾ ഇതിനകത്ത് വരുന്നു. ഒന്നാമത്തെ മാറ്റം നമുക്കറിയാം, ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ട് 3 തരം ഹോൾഡിംഗ് പീരീഡ് ആണ്. 36 മാസം എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് പീരീഡ്, 24 മാസം എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് പീരീഡ്, 12 മാസം എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് പീരീഡ്. രണ്ടാമത്തെ ബഡ്ജറ്റ് 2024 പ്രകാരം 36 മാസം എന്നൊരു സ്ലാബ് തന്നെ എടുത്തു മാറ്റി എല്ലാം 24ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 2 ഹോൾഡിംഗ് പീരീഡുകൾ മാത്രമേ ഉള്ളൂ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവാൻ. 12 മാസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി, 24 മാസം എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ലിസ്റ്റഡ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് തുടങ്ങിയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾക്ക് മാത്രം 12 മാസവും, ബാക്കി വരുന്ന ഏകദേശം എല്ലാ അസറ്റ്സും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, അൺലിസ്റ്റഡ് ഷെയർസ് ആയിക്കോട്ടെ, സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഈ പറയുന്ന രീതിയിൽ ലോങ് ടേം ആവണമെന്നുണ്ടെങ്കിൽ 24 മാസം എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ സുപ്രധാനമായ മാറ്റം മൂന്നാമതായിട്ട് ഇതിൽ കാണുന്നതാണ്. 3 തരം മന്ത് ലിമിറ്റിൽ നിന്ന് 2 തരം മന്ത് ലിമിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 12 മാസം, 24 മാസം. ഇപ്പൊ 36 മാസം ഉണ്ടാകുന്ന എല്ലാ അസറ്റ്സും 24 മാസം ഹോൾഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നതായിട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒന്ന്.
രണ്ടാമത്തെ ഒരു മാറ്റം എന്നുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വിത്ത് STT ആണെന്നുണ്ടെങ്കിൽ 111A പ്രകാരം 15% അതിന്റെ ടാക്സ് റേറ്റ്. നമ്മൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഷെയർസ് എല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് 12 മാസത്തിൽ താഴെ മാത്രം കയ്യിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 15% അതിന്റെ ടാക്സ് റേറ്റ്. എന്നാൽ 23 ജൂലൈക്ക് ശേഷം റേറ്റ് എന്നുള്ളത് ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് 20% 15% എന്നുള്ളത് 20% ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തേതായിട്ടുണ്ടാകുന്ന മാറ്റം. 111A 15% നിന്നും 20% ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മാറ്റമാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ട് 112 നോർമൽ ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെ നമുക്കറിയാം ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി നമ്മൾ വാങ്ങുന്നത് 2001 മുമ്പാണെന്നുണ്ടെങ്കിൽ ആ വാങ്ങിയ വില ഒരു 2001 ഉണ്ടാവുന്ന ബേസിക് മാർക്കറ്റ് വാല്യൂ വിച്ച് ഈസ് ഹയർ എടുത്ത് നമ്മളതിന്റെ ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പ്രകാരം ടൈം വാല്യൂ ഓഫ് മണി കോൺസെപ്റ്റ് പ്രകാരം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇന്നത്തെ വാല്യൂയിലേക്ക് അതിനെ തുലനം ചെയ്തെടുക്കുന്നു. കാരണം നമുക്കറിയാം ഇന്നലത്തെ ഒരു ഇന്നത്തെ ഒരു രൂപയുടെ എല്ലാ വാല്യൂ എന്നുള്ളത് നമ്മൾ 20 കൊല്ലം മുമ്പ് ഉണ്ടാവുന്ന 1 ലക്ഷം ഉണ്ടാവുന്ന വർധനവോട് കൂടിയിട്ട് ഇന്നത്തെ പർച്ചേസ് പ്രൈസിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻഫ്ലേഷൻ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നതായിട്ടാണ് റേറ്റ് ഓഫ് ടാക്സ് 12% ചുരുക്കി. എന്നാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതിന്റെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2001 വാങ്ങിയിട്ടുണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടി 2025 വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തെ 1 ലക്ഷം രൂപയുടെ ഇന്നത്തെ വാല്യൂവിലേക്ക് ഇൻഫ്ലേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വാല്യൂ ആണ് കോസ്റ്റ് ഓഫ് അസറ്റ് ആക്കിയിട്ട് കുറച്ച് ബാക്കി വരുന്ന എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കുന്ന 20% എന്നുണ്ടെങ്കിൽ ഇന്ന് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എത്ര രൂപയ്ക്കാണോ ആക്ച്വൽ വാങ്ങിച്ചത് അതിന് ഇൻഡെക്സേഷൻ ചെയ്യാതെ തന്നെ സെയിൽസ് കൺസിഡറേഷനിൽ നിന്നും കുറച്ച് 20% ടാക്സിന് പകരം 12% ടാക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 23 ജൂലൈക്ക് ശേഷം ഉണ്ടാകുന്ന സുപ്രധാനമായ മറ്റൊരു മാറ്റം. എന്നാൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് ചോദ്യം ഉണ്ടെങ്കിൽ ചെറിയൊരു എക്സംഷൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. എക്സംഷൻ ഇങ്ങനെയാണ്: റെസിഡന്റ് ഇൻഡിവിജ്വലിനോ റെസിഡന്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കോ 23 ജൂലൈക്ക് മുമ്പ് വാങ്ങിയിട്ടുണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടി അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും വെക്കുന്ന സമയത്ത് അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് മാത്രം ഒരു ഓപ്ഷൻ 20% വിത്ത് ഇൻഡെക്സേഷൻ നോർമൽ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ പിന്നീട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% റേറ്റിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ടാക്സ് അടയ്ക്കുവാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അത് റെസിഡന്റ് ഇൻഡിവിജ്വലിനും HUF മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. 23 ജൂലൈക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ള അസറ്റിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. 23 ജൂലൈക്ക് 2024 ശേഷം വാങ്ങിയിട്ടുള്ള അസറ്റ് 4, 5, 10 വർഷത്തിന് ശേഷം വെക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലിനും HUF പോലും അത് അപ്ലിക്കബിൾ അല്ല. റെസിഡന്റ് ഇൻഡിവിജ്വലിനും HUF മാത്രമേ 23 ജൂലൈക്ക് മുമ്പുള്ളതിന് അപ്ലിക്കബിൾ ഉള്ളൂ. നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ HUF പോലും എന്ത് അപ്ലിക്കബിൾ അല്ല, 23 ജൂലൈക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ള മോൾ അപ്ലിക്കബിൾ അല്ല. ഫേമിനോ കമ്പനിക്കോ AOPക്കോ BOAക്കോ 23 ജൂലൈക്ക് മുമ്പാണെങ്കിലും ശേഷമാണെന്നുണ്ടെങ്കിലും ഓപ്ഷൻ ഇല്ല. 12% വിത്തൗട്ട് ഇൻഡെക്സേഷനിലേക്ക് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായ മൂന്നാമത്തെ മാറ്റം. പ്ലസ് അതിനകത്തുണ്ടാകുന്ന മറ്റൊരു മാറ്റം 111A പ്രകാരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെക്യൂരിറ്റീസ് ആഫ്റ്റർ പേയിങ് STT എന്ന് പറയുന്നതിനകത്ത് 1 ലക്ഷം രൂപ വരെ കുറച്ച് 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗെയിനിന് മുകളിൽ മാത്രമായിരുന്നു 10% ടാക്സ്. എന്നാൽ ഇപ്പോൾ ആ 1 ലക്ഷം എന്നുള്ള ലിമിറ്റിനെ 1.25 ലക്ഷമാക്കി ഉയർത്തി ബാക്കി വരുന്ന മുകളിൽ ഉണ്ടാവുന്ന ടാക്സ് 10ൽ നിന്നും 12% ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് ഈക്വൽ ആക്കി. പണ്ട് 10ഉം 20 എന്നുള്ളതിനെ 12%, അത് 112നും 112Aക്കും 12% ആക്കിയിട്ട് ഒറ്റ ടാക്സ് രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന സുപ്രധാനമായ ഒരു മാറ്റം. 23 ജൂലൈ 2024 ക്രിട്ടിക്കൽ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നു. 87Aക്ക് ശേഷം ഞാൻ രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ. ഇതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. GK സാർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതെല്ലാം അടുത്തടുത്ത സ്ലൈഡുകളിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2024 ബഡ്ജറ്റിൽ TDSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന സുപ്രധാനമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് 24 ബഡ്ജറ്റാണ്. 25 ബഡ്ജറ്റിൽ TDSുമായിട്ട് ബന്ധപ്പെട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ചർച്ച മാറ്റി വെച്ചിട്ടുണ്ട്. 2024 ബഡ്ജറ്റിനകത്ത് TDSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന മാറ്റം, ഇൻഷുറൻസ് കമ്മീഷൻ നോൺ കോർപ്പറേറ്റിന് കൊടുക്കുന്ന സമയത്ത് 5% ടാക്സ് TDS പിടിച്ചിട്ടുണ്ടായിരുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് ഏജന്റിന് കൊടുക്കുന്ന സമയത്ത് അത് 2% ചുരുക്കിയിട്ടുണ്ട്. അതിപ്പോൾ അപ്ലിക്കബിൾ അല്ല. അത് അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം 1/4/2025 തൊട്ടാണ് ആ റേറ്റിന്റെ ചുരുക്കം. ഇൻഷുറൻസ് ഏജന്റിന് കൊടുക്കുന്ന റേറ്റ് 5% TDSിൽ നിന്നും
2% ചുരുങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നേരിട്ട് വരുന്ന കാര്യമല്ല, അത് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നതാണ്. എങ്കിലും റേറ്റ് മാറുന്നു എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഓർത്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുക. ഇൻഷുറൻസ് പോളിസി മെച്യൂർ ആവുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് പോളിസി 20% ഓഫ് പോളിസി അഷ്വേർഡിനേക്കാൾ കൂടുതലാണ് പ്രീമിയം എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആവുകയും അതിന്റെ മുകളിൽ 5% TDS ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി. ആ 5% എന്നുള്ളത് 1 ഒക്ടോബർ 2024 തൊട്ട് 2% അതിനെ കുറച്ചിട്ടുണ്ട്. ലോട്ടറി കമ്പനി കമ്മീഷൻ കൊടുക്കുന്ന സമയത്ത് 5%-ൽ നിന്ന് 2%-ആയിട്ട് അതിനെ ചുരുക്കിയിട്ടുണ്ട്. അതും നമുക്ക് ജനകീയമല്ല. ജനകീയമായിട്ടുണ്ടാകുന്നതായ ഒരു അമെൻമെന്റ് എന്നുള്ളത് കമ്മീഷൻ ബ്രോക്കറേജ് 194H പ്രകാരം കൊടുക്കുന്ന സമയത്ത് 1/10/2024 കൂടി തന്നെ, ഓൾറെഡി 3-4 മാസമായി, 1/10/2024 കൂടി തന്നെ ആ പറയുന്നതായിട്ടുണ്ടാവുന്ന കമ്മീഷന്റെ റേറ്റ് ഓഫ് TDS എന്നുള്ള 5%-ൽ നിന്നും 2%-ആക്കി ചുരുക്കിയിട്ടുണ്ട്. റെന്റ് കൊടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലോ HUFO 1 കോടിയേക്കാൾ താഴെ ബിസിനസ് ടേൺ ഓവറാണ്, 50 ലക്ഷത്തിനേക്കാൾ താഴെ പ്രൊഫഷണൽ റിസീപ്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 194I പ്രകാരം 2,40,000 രൂപയിൽ കൂടുതൽ വരുന്നതിന് TDS പിടിക്കേണ്ട ആവശ്യമില്ല. മാസം 50,000-നേക്കാൾ കൂടുതലാണ് റെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ TDS പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അവരുടെ റേറ്റ് ഓഫ് TDS എന്നുള്ള 5% ആയിരുന്നു. ആ 5% റേറ്റ് ഓഫ് TDS എന്നുള്ളത് ഇപ്പോൾ 2% TDS ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതും 1/10/2024 തൊട്ട് അപ്ലിക്കബിൾ ആണ്. പിന്നീട് ഇൻഡിവിജ്വലും HUFും 194C പ്രകാരം ഉണ്ടാകുന്ന കോൺട്രാക്ടേഴ്സിനും 194J പ്രകാരം ഉണ്ടാകുന്ന പ്രൊഫഷണൽസിനും മറ്റും പൈസ കൊടുക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കോടിയേക്കാൾ താഴെയാണ് ബിസിനസ് ടേൺ ഓവർ, 50 ലക്ഷത്തിനേക്കാൾ താഴെയാണ് പ്രൊഫഷണൽ റിസീറ്റ് എന്നുണ്ടെങ്കിൽ 194C പ്രകാരമോ 194J പ്രകാരമോ TDS പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു 194M പ്രകാരം 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് പ്രൊഫഷണലിനോ കോൺട്രാക്ടർക്കോ കൊടുക്കാന്നുണ്ടെങ്കിൽ, കമ്മീഷനൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ മാത്രമേ TDS പിടിക്കേണ്ടതായിട്ടുണ്ടാവുന്ന ആവശ്യമുള്ളൂ. അത് 1/10/2024 വരെ 5% ആയിരുന്നു എന്നുണ്ടെങ്കിൽ 1/10/2024 കൂടി ബഡ്ജറ്റ് പ്രകാരം 2% ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് നമ്മളിൽ നിന്നും പിടിക്കുന്നതായിട്ടുണ്ടാവുന്ന, ബിസിനസ് പാർട്ടിസിപ്പന്റിൽ നിന്നും പിടിക്കുന്നതായിട്ടുണ്ടാവുന്നതായ TDS 1% ആയിരുന്നു. ആ 1% എന്നുള്ളത് 0.1% ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നീട് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന 20% റേറ്റ് ഇല്ലാതായിട്ടുണ്ട്. അതും ജനകീയമായിട്ടുണ്ടാവുന്നതായ സെക്ഷൻ അല്ല. ഇതെല്ലാമാണ് 1/10 തൊട്ടും 1/4 തൊട്ടും മാറ്റം വരുന്നതായിട്ടുണ്ടാവുന്നതായ റേറ്റുകൾ. പിന്നീട് TDSമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു സുപ്രധാനമായ ഒരു മാറ്റം 194IA ബന്ധപ്പെട്ടതാണ്. 194IA എന്നുള്ള സെക്ഷനകത്ത് നമുക്കറിയാം 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വാല്യൂ ഉണ്ടാകുന്നതായ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് 1% TDS ഉണ്ട്. എന്നാൽ ഒരു വ്യക്തി 2 വ്യക്തിയിൽ നിന്നും അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, 2 സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 60 ലക്ഷമാണ് രൂപ എന്നുണ്ടെങ്കിൽ, എക്സും വൈയും ആണ് വെക്കുന്നു, A ആണ് അത് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എക്സിന് 30 ലക്ഷം, വൈക്ക് 30 ലക്ഷം കൊടുക്കുമ്പോൾ 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്നതായ ഒരു ധ്വനി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിൽക്കുന്നത് ഒരു വ്യക്തി, വാങ്ങുന്നത് 2 വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും കൊടുക്കുന്ന എമൗണ്ട് 50 ലക്ഷത്തിനേക്കാൾ താഴെ ആവുന്ന സമയത്ത് ഈ പറയുന്നതായിട്ടുണ്ടാവുന്നതായ 194IA അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന ഒരു വാദഗതി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട് ഈ പറയുന്നതായ കൺസിഡറേഷൻ ഒരു വ്യക്തിക്ക് കൊടുക്കാന്നുള്ളതിൽ നിന്നും മാറി പ്രോപ്പർട്ടിയുടെ വാല്യൂ 50 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ 1% അപ്ലിക്കബിൾ ആവും എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ 194IA ക്ലാരിറ്റി കൊണ്ടുവന്നു. ഇപ്പൊ എത്ര മൾട്ടി നമ്പർ ഓഫ് സെല്ലേഴ്സോ മൾട്ടി നമ്പർ ഓഫ് ബയേഴ്സോ ഉണ്ടെങ്കിലും പെർ പേഴ്സൺ, പെർ ബയ്യർ, പെർ സെല്ലർ അല്ല 50 ലക്ഷം, മറിച്ച് ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് 50 ലക്ഷം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റി 194IA കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് 2024 ബഡ്ജറ്റിനകത്ത് ഉണ്ടാകുന്ന മറ്റൊരു സുപ്രധാനമായ മാറ്റം TCSുമായി ബന്ധപ്പെട്ടത്. TCS നമുക്കിപ്പോൾ അറിയാം 206C1H എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. 10 കോടിയേക്കാൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവുന്ന ഒരു സെല്ലർ 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 0.1% ഒരു TCS ഉണ്ട്. അത് പുതിയ ബഡ്ജറ്റിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ 2024 ബഡ്ജറ്റിനകത്ത് വന്നൊരു മാറ്റം 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ വില ഉണ്ടാവുന്ന ഒരു ഇൻവോയ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ഇൻവോയ്സ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റിനോ മറ്റുണ്ടാവുന്ന സിംഗിൾ ഇൻവോയ്സ് 10 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ 1% TCS, ഹൈ നെറ്റ് വർത്ത് പേഴ്സൺസ്, നമ്മളിപ്പോൾ ഒരു ബില്ലിൽ 10 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതായിട്ടുണ്ടാവുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നതായ TCS ആണ്. അത് ഓൾറെഡി പറയുന്ന രീതിയിൽ 1/1/2025 തൊട്ട് തന്നെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നതായിട്ടുണ്ടാവുന്ന ഒരു TCS ആണ്. പെർ ഇൻവോയ്സ് 10 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ്, ഹൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 1% TCS കഴിഞ്ഞ ബഡ്ജറ്റ് 2024 പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള സുപ്രധാനമായ മാറ്റം 2024 ബഡ്ജറ്റിൽ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന റെമ്യൂണറേഷൻ ക്ലോസിലാണ്. ഇപ്പോഴത്തെ റെമ്യൂണറേഷൻ ക്ലോസ് 0 മുതൽ 3 വരെ ഉണ്ടാവുന്ന ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ 90% വിച്ച് എവർ ഈസ് ഹയറും,
3 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുന്നതായിട്ടുണ്ടാവുന്ന ബുക്ക് പ്രോഫിറ്റിന് 60% ഓഫ് ബുക്ക് പ്രോഫിറ്റുമാണ് മാക്സിമം അലവബിൾ റെമ്യൂണറേഷൻ, അലവബിൾ സാലറി എന്നുള്ളതിലേക്ക് വരുന്നു. ഇപ്പൊ പുതിയ മാറ്റം 40B പ്രകാരം 0 മുതൽ 3 ലക്ഷം എന്നുള്ളതിൽ നിന്ന് അത് 0 മുതൽ 6 ലക്ഷമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പുറമെ ഈ 1,50,000 എന്ന് പറയുന്ന മിനിമം എമൗണ്ട് 3 ലക്ഷമാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. 6 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ബുക്ക് പ്രോഫിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിലാണ് 60% എന്നുള്ള നിലയിലേക്ക് മാറ്റി. ഇപ്പൊ 0 തൊട്ട് 3 എന്ന് പറയുന്നത് 0 തൊട്ട് 6 എന്നുള്ളതിലേക്കും 1.5 ലക്ഷം എന്ന് പറയുന്നതിനെ 3 ലക്ഷമാക്കിയിട്ടും 40B ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അത് ആ ലിമിറ്റ് കൂട്ടിയതോട് കൂടിയിട്ട് പുതിയൊരു സെക്ഷൻ 194T എന്ന് പറഞ്ഞൊരു സെക്ഷൻ 1/4/2025 തൊട്ട് അപ്ലിക്കബിൾ ആണ്. എന്ന് പറയുമ്പോൾ 25-26 ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഏറ്റവും സുപ്രധാനമായിട്ടുണ്ടാവുന്ന ഇന്നത്തെ ഒരു മാറ്റങ്ങൾ ഒരു മാറ്റമാണ് 194T എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇൻസെഷൻ ബഡ്ജറ്റ് 2024 പാർട്ട്ണർഷിപ്പ് ഫേമിന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അതിന്റെ പാർട്ട്ണർക്ക് ഈ പറയുന്ന രീതിയിൽ റെമ്യൂണറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 20,000 രൂപയേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ടിന്റെ മുകളിൽ 10% TDS പിടിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള എമൗണ്ട് പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പാർട്ട്ണർമാരുടെ റെമ്യൂണറേഷൻ, സാലറി, ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളതിന് ഇത്ര കാലം ഇല്ലാത്തതായ പുതിയൊരു TDS 1/4/2025 തൊട്ട് ചുമത്തുകയാണ്. അത് അസസ്മെന്റ് ഇയർ 25-26 അല്ല, അസസ്മെന്റ് ഇയർ 26-27 സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയർ 25-26 വർഷത്തിൽ കൊടുക്കുന്ന റെമ്യൂണറേഷനകത്ത് അപ്ലിക്കബിൾ ആവുന്നതായിട്ടുണ്ടാവുന്ന TDS ആണ് 194T എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന ഒരു TDS. അത് ഇനി ഈ ഒരു വർഷത്തുണ്ടാവുന്ന ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുണ്ടാവുന്ന ഒരു സംഗതിയായിരിക്കും. കാരണം 25-26 കണക്ക് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് 26 ജൂലൈ മാസമോ സെപ്റ്റംബർ മാസമോ ഓഡിറ്റ് സമയത്തൊക്കെയാണ് അതിനെ കറക്റ്റ് ആക്കുക. അപ്പൊ ആ സമയത്ത് 25-26 കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷന്റെ TDS അടയ്ക്കാന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റും ലയബിലിറ്റിയും പെനാൽറ്റിയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം. എന്നാൽ എല്ലാ മാസവും ചിട്ടയായി റെമ്യൂണറേഷൻ കൊടുക്കുന്ന ആൾക്കാർ 60 മാസങ്ങളിൽ തന്നെ 194T പ്രകാരം ചലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് TDS അടിച്ച് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. വർഷ അവസാനം പ്രൊവിഷൻ മാത്രം കൊടുക്കുന്നതായിട്ടുണ്ടാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡ്രോയിങ്സ് മാത്രമായിട്ടാണ് വിഡ്രോവൽസ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ ഒരു നിസ്സാരമായിട്ടുണ്ടാവുന്ന ഒരു എമൗണ്ട് ചലാൻ അടച്ചതിന് ശേഷം റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആക്ച്വൽ എമൗണ്ട് എപ്പോഴാണോ ഫൈനലൈസേഷൻ സമയത്ത് ഡിറ്റർമൈൻ ആവുന്നു ആ സമയത്ത് ആ ക്വാർട്ടർ 4 ഉണ്ടാവുന്ന റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. തദ്വാര നമ്മൾ ഈ പറയുന്നതായിട്ടുണ്ടാവുന്ന ലേറ്റ് ഫീയും കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ എമൗണ്ട് അടയ്ക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതായ ചെറിയൊരു പലിശ മാത്രമേ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ടുണ്ടാവുന്ന ഒരു വേ ഔട്ട് 194T കൈകാര്യം ചെയ്യാൻ. അല്ല, കൃത്യമായി എല്ലാ മാസവും നിശ്ചിതമായിട്ടുണ്ടാവുന്ന ഒരു റെമ്യൂണറേഷൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ 194T പാലിച്ചു പോകാനായിട്ട് പറ്റും. എന്നാൽ വർഷാവസാനം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതായിട്ടുണ്ടാവുന്ന ഒരു വിദ്യ ഉപയോഗിക്കുവാനായിട്ട് പറ്റുക. ഇതാണ് 194T. 194T എന്ന് പറയുന്നത് 1/4/2025 തൊട്ട് കൊടുക്കുന്നതായിട്ടുണ്ടാവുന്ന റെമ്യൂണറേഷൻ. 25-26 അസസ്മെന്റ് ഇയർ, 24-25 പ്രീവിയസ് ഇയർ അല്ല, 25-26 പ്രീവിയസ് ഇയർ, 26-27 സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടുണ്ടാവുന്ന റിട്ടേണുകൾക്ക് ഉണ്ടാവുന്ന 25-26 ഫിനാൻഷ്യൽ ഇയറിൽ പാർട്ട്ണർക്ക് റെമ്യൂണറേഷനോ ഇൻട്രസ്റ്റോ സാലറിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഡിഡക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്നതായ TDS ആണ് 194T TDS എന്ന് പറയുന്നത്. 10% TDS 20,000 രൂപയാണ് അതിന്റെ 20,000 രൂപയാണ് അതിന്റെ ലിമിറ്റ്. 20,000-നേക്കാൾ കൂടുതൽ വരുമ്പോൾ പേയ്മെന്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആവുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എമൗണ്ടിന്റെ മുകളിലും TDS പിടിക്കേണ്ടതായിട്ട് വരും. ഇതാണ് 24 ബഡ്ജറ്റിൽ ഉണ്ടാവുന്ന സുപ്രധാനമായ മാറ്റങ്ങൾ. ഞാൻ സ്പീഡ് കൂടുന്നില്ല എന്ന് വിചാരിക്കുന്നു. കാരണം 1 മണിക്കൂറിൽ കവർ ചെയ്യാവുന്ന രീതിയിലേക്ക് ഞാൻ അതിനെ ചിട്ടപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഉണ്ടാവുന്നതായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി 25-ൽ ഉണ്ടാവുന്ന 25-26 വർഷത്തില് ഉണ്ടാവാൻ പോകുന്നതായിട്ടുണ്ടാവുന്ന പ്രീവിയസ് ഇയർ ഉണ്ടാവാൻ പോകുന്നതായിട്ടുണ്ടാവുന്നതായ സുപ്രധാനമായ മാറ്റങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യ ഘട്ടത്തിൽ 87A പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു 25-26 ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവുന്ന സ്ലാബ് റേറ്റ് അത് 4ന്റെ പെരുക്ക പട്ടികയാണ് അതിന്റെ സ്ലാബ് ലിമിറ്റ്. 5ന്റെ പെരുക്ക പട്ടികയാണ് റേറ്റ് ഓഫ് ടാക്സ്. നമുക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കുവാനായിട്ട് പറ്റും. 4ന്റെ ഗുണനം അല്ലെങ്കിൽ അതിന്റെ പെരുക്കമാണ് അതിലേക്ക് വരുന്നത്. 4, 8, 12, 16, 20, 24 ആണ് സ്ലാബ് റേറ്റുകൾ. 5ന്റെ പെരുക്ക പട്ടികയാണ് അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് വരുന്നത്. 0, 5, 10, 15, 20, 25, 30. എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? അപ്പൊ ആ നിലയ്ക്ക് ഉണ്ടാവുന്നതായ രീതിയിൽ പുതിയ ബഡ്ജറ്റിനെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്ട്രി അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് ഞാൻ പറഞ്ഞിരുന്നു 87A എന്നുള്ള ലിമിറ്റ് 60,000 ആക്കി കൂട്ടിയതോട് കൂടിയിട്ട് 12 ലക്ഷം വരെ വരുന്ന വരുമാനം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ടാക്സ് ഇല്ല.
12 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുമാനം വരുമ്പോൾ റിലീഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിപ്പോൾ ഈ 7 ലക്ഷത്തിന് അപ്ലിക്കബിൾ ആണ്. ആ 12 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുന്നതായി ഉണ്ടാവുന്ന ഇൻകം ഓർ 12 ലക്ഷത്തിനേക്കാൾ കൂടുതൽ കൊണ്ടുണ്ടാവുന്ന ടാക്സ് വിച്ച് എവർ ഈസ് ലോവർ മാത്രമേ ടാക്സ് ഇൻകം ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇപ്പം 12,10,000 രൂപയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 70,000 രൂപ ടാക്സ് അടയ്ക്കണോ? വേണ്ട. 62,000 63,000 ടാക്സ് വരും. ആ 63,000 ഓർ 12 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വന്ന 10,000 രൂപ വിച്ച് എവർ ഈസ് ലോവർ 10,000 രൂപ മാത്രമേ നമുക്ക് എന്തൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. അതിനെ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ് അറിയിക്കുന്നത്. അപ്പോൾ മാർജിനൽ റിലീഫ് പുതിയ സ്കീം പ്രകാരം ഇത്രയും 60,000 ആക്കി കൂട്ടിയപ്പോഴും അത് വരുന്നുണ്ട്. ഇതാണ് പുതുക്കിയ സ്ലാബ് റേറ്റ്. പുതുക്കിയ സ്ലാബ് റേറ്റ് 87 ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ 25,000 നിന്നും അത് 60,000 ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ലിമിറ്റ് 7 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഡ്ജറ്റ് മെമ്മറാണ്ടത്തിനകത്ത് പ്രൊവിഷനകത്ത് ഇല്ലെങ്കിലും ബഡ്ജറ്റ് മെമ്മറാണ്ടത്തിനകത്ത് പറയുന്നു അത് 111A പോലെയോ 112 പോലെയോ ഒക്കെ ഉണ്ടാവുന്ന സ്പെഷ്യലി റേറ്റഡ് ടാക്സബിൾ ഇൻകത്തിന് ഈ റിബേറ്റ് അപ്ലിക്കബിൾ അല്ല എന്ന് ആക്ടിനകത്ത് പറയുന്നില്ലെങ്കിലും ബഡ്ജറ്റ് മെമ്മറാണ്ടത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പുതിയ വിവാദമാണ്, കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ടാവുന്ന ഒരു വിവാദം. ന്യൂ റിജൈമിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡിഡക്ഷനും ഒരു എക്സംഷനും കിട്ടില്ല എന്നാണോ? അല്ല. അപ്പൊ നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നതായിട്ടുണ്ടാവുന്ന ചില എക്സംഷൻസ് പുതിയ റിജൈമിലേക്ക് പോകുമ്പോഴും കിട്ടും. അഗ്രികൾച്ചറൽ ഇൻകം പോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, PF-ന്റെ എമൗണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ലീവൻ കമ്പ്യൂട്ടഡ് പെൻഷൻ പോലെ, ഗ്രാറ്റുവിറ്റി എമൗണ്ട് പോലെ, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ പോലെയൊക്കെ ഉണ്ടാവുന്ന എമൗണ്ടുകൾക്ക് പുതിയ റിജൈമിലും പഴയ റിജൈമിലും എക്സംഷൻ കിട്ടും. എന്നതുപോലെ കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ് പോലെ ഉണ്ടാവുന്ന അലവൻസുകൾ അതിനും ഈ പുതിയ റിജൈമിലും പഴയ റിജൈമിലും അത് കിട്ടും. അങ്ങനെ എല്ലാം ന്യൂ റിജൈമിൽ കിട്ടില്ല എന്നുള്ളതില്ല. പുതിയ റിജൈമിൽ കിട്ടുന്നതായ ചില എക്സംഷൻസും ഉണ്ട് എന്നുള്ള പോയിന്റ് മാത്രം എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. സ്ലൈഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാവുന്നതാണ്. കിട്ടാത്തതായ അലവൻസുകളെ പറ്റി പറയുന്നു. HRA, ലീവ് ട്രാവൽ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് തുടങ്ങിയിട്ടുണ്ടാവുന്ന സംഗതികളൊന്നും പുതിയ റിജൈമിൽ കിട്ടില്ല, പഴയ റിജൈമിൽ മാത്രമേ കിട്ടുള്ളൂ. ഹോം ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ഒക്കുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ പുതിയ റിജൈമിലും പഴയ റിജൈമിലും എന്ത് ചെയ്യാവുന്നതാണ്? ഡിഡക്ട് ചെയ്യാവുന്നതാണ്. പുതിയ റിജൈമിനകത്ത് 80C തൊട്ട് 80U വരെ വരുന്നതിൽ 3 ഡിഡക്ഷൻസ് മാത്രമേ കിട്ടുള്ളൂ. ബാക്കി ഒരു ഡിഡക്ഷൻ 80C തൊട്ട് 80U വരെ എന്നുള്ള ഒരു ഡിഡക്ഷൻ റിജൈമിൽ കിട്ടില്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് NPS വരുന്ന സമയത്ത് ഉണ്ടാവുന്നതായ 80CCD2ഉം ന്യൂ പെൻഷൻ 80JJAA എന്ന് പറയുന്നതായ സെൽഫ് എംപ്ലോയിഡ് 80JJAA എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതായ ഡിഡക്ഷനും 80CCH പ്രകാരം അഗ്നിവീർ ഫണ്ടിലേക്ക് ഉണ്ടാവുന്ന കോൺട്രിബ്യൂഷനും മാത്രമേ പുതിയ സ്കീം പ്രകാരം കിട്ടുള്ളൂ. അല്ലാതെ LIC പോലെയോ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോലെയോ എഡ്യൂക്കേഷൻ ലോൺ പോലെയോ ഉണ്ടാവുന്ന ഒരു ഡിഡക്ഷനും പുതിയ റിജൈമിനകത്ത് നമുക്ക് കിട്ടില്ല. ഈ 3 ഡിഡക്ഷൻസ് മാത്രമേ പുതിയ റിജൈമിൽ കിട്ടുള്ളൂ. പക്ഷെ എല്ലാ ഡിഡക്ഷൻസും ഓൾഡ് റിജൈമിന് അപ്ലിക്കബിൾ ആണ്. ഇതാണ് ഓൾഡും ന്യൂവും തമ്മിൽ ഉണ്ടാവുന്നതായ പ്രധാനമായ വ്യത്യാസം. ഓൾഡ് റിജൈമിൽ ഉണ്ടാകുന്ന ടാക്സുകൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സെയിം ആയിട്ട് തുടരുന്നു. 0 മുതൽ 2.5 വരെ നില്ല്, 2.5 മുതൽ 5 വരെ ഉണ്ടാകുന്ന 5%, 5 തൊട്ട് 10 വരെ ഉണ്ടാകുന്ന 20%, 10 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന 30%, 12,500 റിബേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ആയി പോകുന്നു. പിന്നീട് 2025 ബഡ്ജറ്റ് 1/4/2025 തൊട്ട് അപ്ലിക്കബിൾ ആവാൻ പോകുന്നതായിട്ടുണ്ടാവുന്ന പ്രൊവിഷൻസ്, ചില മാറ്റങ്ങൾ. 193 ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഡിബഞ്ചറോ ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് വരുന്നതായിട്ടുണ്ടാവുന്ന പലിശയ്ക്ക് ത്രെഷോൾഡ് ലിമിറ്റ് ഇല്ലാതെ TDS 10% ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ത്രെഷോൾഡ് ലിമിറ്റ് എന്നുള്ളത് 10,000 ആക്കിയിട്ടുണ്ട്. തദ്വാര 10,000 രൂപയേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ TDS ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. 2, 194A പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അതർ ദാൻ സെക്യൂരിറ്റി കൊടുക്കുന്ന സമയത്ത് ബാങ്ക് തുടങ്ങിയിട്ടുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെ TDS പിടിക്കുമായിരുന്നില്ല. അത് ഈ പുതിയ ബഡ്ജറ്റ് പ്രകാരം അടുത്ത വർഷം തൊട്ട് 1 ലക്ഷം ആക്കിയിട്ട് 1 ലക്ഷം വരെ സീനിയർ സിറ്റിസന് പലിശ വരികയാണെന്നുണ്ടെങ്കിൽ TDS നിർബന്ധമല്ല, പിടിക്കേണ്ട ആവശ്യമില്ല, മാൻഡേറ്ററി അല്ല എന്നല്ല, ത്രെഷോൾഡ് ലിമിറ്റ് 1 ലക്ഷം ആക്കി ഉയർത്തി 1 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമേ TDS പിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. 40,000 രൂപയാണ് നോൺ സീനിയർ സിറ്റിസൺസിന്, അത് 50,000 രൂപയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ബാങ്കോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നും അല്ലാത്ത സ്ഥാപനങ്ങളിൽ 5,000 രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പരിധി. 5,000 രൂപ എന്നുള്ളത് 10,000 രൂപയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് ഇൻട്രസ്റ്റ് അതർ ദാൻ സെക്യൂരിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം. 50,000 നിന്നും 1 ലക്ഷം, 40,000 നിന്നും 50,000, 5,000 നിന്നും 10,000. 194 പ്രകാരം ഡിവിഡൻഡ് കൊടുക്കുന്നതിന് 5,000 രൂപയായിരുന്നു ലിമിറ്റ്. ആ 5,000 രൂപ ലിമിറ്റ് എന്നുള്ളത് 10,000 രൂപയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 194K മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന 5,000 എന്നുള്ളത് 10,000 രൂപയാക്കിയിട്ട് അതിനെ ഉയർത്തിയിട്ടുണ്ട്. ലോട്ടറി വിന്നിങ്ങോ ക്രോസ് വേർഡ് പസിൽസോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെർ ലോട്ടറി ആയിരുന്നു 10,000 രൂപ. പിന്നീട് അത് മാറ്റി
കൺസോളിഡേറ്റഡ് എമൗണ്ട് 10,000 രൂപയാക്കി മാറ്റി. ഒന്നിലധികം ലോട്ടറി ഒരു വർഷം അടിക്കാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് 10,000-നേക്കാൾ കൂടുതൽ വരുമ്പോൾ TDS പിടിക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷേ പ്രാക്ടിക്കലി അത് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ഓരോ ലോട്ടറിക്കും ഓരോ ട്രാൻസാക്ഷനും 10,000 രൂപ എന്നുള്ള നിലയിലേക്ക് അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലോട്ടറിയിലും 10,000-നേക്കാൾ കൂടുതൽ വരാന്നുണ്ടെങ്കിൽ മാത്രമേ, പണ്ട് എനിക്ക് ഈ വർഷം തന്നെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ എമൗണ്ടിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയില്ല. ടോട്ടൽ എമൗണ്ട് 10,000 എന്നുള്ളതിൽ നിന്നും പെർ ട്രാൻസാക്ഷൻ 10,000 എന്നുള്ളതിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്മീഷൻ 15,000 എന്നുള്ള ലിമിറ്റ് 20,000-നേക്കാൾ മുകളിലാക്കി. 194G കമ്മീഷൻ ഓൺ ലോട്ടറി എന്നുള്ളത് 15,000-ൽ നിന്നും 20,000 ആക്കി മാറ്റി. ജനകീയമായ 194H 5-ൽ നിന്ന് 2 നമ്മൾ നേരത്തെ പറഞ്ഞു 1/10 മുതൽ ഇപ്പോൾ ആ 15,000 എന്ന് പറയുന്ന ലിമിറ്റിനെ 20,000 ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്ന പോലെ റെന്റുമായി ബന്ധപ്പെട്ടിട്ട് 194I എന്നുള്ളത് 2,40,000 പെർ ഇയറിനേക്കാൾ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലാണ്, മാസം 20,000-നേക്കാൾ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ആ 2,40,000 പെർ ഇയർ എന്നുള്ളതിനെ 50,000 പെർ മന്ത് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ഈ 50,000 പെർ മന്ത് എന്നുള്ളത് 2,40,000 പെർ ഇയറും നമ്മൾ എന്തുണ്ട്, പ്രധാനമായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഒരു വർഷത്തിൽ നമ്മൾ ലാൻഡ് ലോഡിലേക്ക് ഉണ്ടാകുന്ന എഗ്രിമെന്റ് 6 മാസത്തേക്ക് ഉള്ളൂ എന്ന് വിചാരിക്കാം. നമുക്ക് ആക്ച്വലി അല്ലെങ്കിൽ 4 മാസത്തേക്ക് ഈ വർഷം ഉള്ളൂ എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഡിസംബർ മാസം തൊട്ടാണ് നമ്മൾ റെന്റിനേക്ക് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരു മാസം 60,000 രൂപയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 60,000 × 4 2,40,000 രൂപ മാത്രമേ ആ വർഷത്തിലേക്ക് വരികയുള്ളൂ. പക്ഷെ 2,40,000-നേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിലും പെർ മന്ത് 50,000-നേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ 2,40,000 കൂടുതൽ വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, TDS പിടിക്കേണ്ടതായിട്ട് വരും. ആ 2,40 എന്ന് പറയുന്നത് പെർ ഇയർ കോൺസെപ്റ്റ് ആണ്. ഈ പുതിയതായിട്ടുണ്ടാവുന്ന 50,000 പെർ മന്ത് എന്നുള്ളത് പെർ മന്ത് കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ 2 മാസത്തേക്ക് റെന്റ് കൊടുക്കുന്നുള്ളൂ, 60,000 രൂപയ്ക്കാണ് കൊടുക്കുന്നു. അപ്പൊ അത് 1,20,000 വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും 6 ലക്ഷത്തിനേക്കാൾ താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഒരു മാസത്തിൽ 50,000-നേക്കാൾ കൂടുതൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ 194I പ്രത്യേകത, അതിൽ TDS ലയബിലിറ്റി വരും പുതിയ സ്ലാബ് പ്രകാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് ടോട്ടൽ വർഷത്തെയാണ് 240 എന്നുണ്ടെങ്കിൽ പുതിയ സ്ലാബ് പ്രകാരം ടോട്ടൽ വർഷത്തിലേക്ക് 6 ലക്ഷം എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നു, മറിച്ച് മാസമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നു, 50,000 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ മാസം 50,000 എന്ന് പറയുന്നതും വർഷം 6 ലക്ഷം എന്ന് പറയുന്നതും തമ്മിൽ ടെക്നിക്കലി തീർച്ചയായിട്ടും എന്ത് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. സോ വർഷം 6 ലക്ഷമല്ല, മാസം 50,000. ഇവ രണ്ടും ഒന്നാണെന്നുണ്ടെങ്കിലും ടാക്സ് ഭാഷയിൽ അത് എന്തല്ല, ഒന്നല്ല എന്നുള്ള പോയിന്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. പ്രൊഫഷണൽസിനും ടെക്നിക്കൽ സർവീസസിനും പൈസ കൊടുക്കുന്ന സമയത്ത് 30,000 ആയിരുന്നു ലിമിറ്റ്, അതിനെ 50,000 ആക്കിയിട്ട് വരുത്തിയിട്ടുണ്ട്. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ 2.5 ലക്ഷം എന്ന് പറയുന്ന ഒരു ലിമിറ്റിനെ 5 ലക്ഷം ആക്കിയിട്ടും വരുത്തിയിട്ടുണ്ട്. ഇതാണ് മറ്റ് സുപ്രധാനമായ മാറ്റങ്ങൾ. എന്നപോലെ TCSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന വിഷയങ്ങളിൽ 2.5% ഉണ്ടാവുന്ന ടിമ്പറിന്റെ മുകളിൽ ഉണ്ടാവുന്നതായ TCS 2% ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. എന്താണ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നുള്ളത് ഒന്നും കൂടെ ടെക്നിക്കലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ 2.5% TCS 2% ആക്കി ചുരുക്കി. ഇപ്പൊ ഗവൺമെന്റിന്റെ പോളിസി നമുക്ക് തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനെല്ലാം വളരെയധികം ലളിതമാക്കുക, കംപ്ലയൻസ് പ്രൊസീജിയർ എല്ലാം ചുരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ഇന്റൻഷൻ ബഡ്ജറ്റ് 2025 നോക്കുന്ന സമയത്ത്. പിന്നീട് ഈ ടാക്സ് TDS TCSൽ ഉണ്ടാകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുണ്ടാവുന്നതായ ഒരു വിഷമം എന്ന് പറയുന്നത് ഇന്റർപ്ലേ ബിറ്റ്വീൻ 194Qവും 206C 1H1. ചില ട്രാൻസാക്ഷൻസിൽ 194Qവും 206C 1Hഉം ഒന്നിച്ച് വരുവാനുണ്ടാവുന്നതായ സാഹചര്യങ്ങളിലേക്കൊക്കെ എത്താറുണ്ടായിരുന്നു. TCS സെല്ലർ കളക്ട് ചെയ്യും, TDS ബയർ ഡിഡക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സവിശേഷതയിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഒരു പെട്രോൾ പമ്പ് പോലെയൊക്കെ ഉണ്ടാകുന്ന സ്ഥാപനത്തിൽ പെട്രോൾ പമ്പ് റീറ്റെയിലറേക്കാൾ കൂടുതൽ സ്വാധീനം പെട്രോൾ കമ്പനിക്കായിരിക്കും. അപ്പോൾ ആ കമ്പനി പലപ്പോഴും ട്രാൻസാക്ഷൻ്റെ മുകളിൽ TCS കളക്ട് ചെയ്യുകയും റീറ്റെയിലറുടെ ടേൺ ഓവർ 10 കോടിയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ 0.1% TDS ഡിഡക്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും വരുന്നതായിട്ടുണ്ടാകുന്ന സവിശേഷതകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ട്രേഡ് ഇഷ്യൂസ്, ഒരുപാട് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ TDS TCSുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്കറിയാം, ബയ്യർക്കും സെല്ലർക്കും 10 കോടിയേക്കാൾ താഴെയാണ് പ്രീവിയസ് ഇയർ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ 194Qവും ഇല്ല, 206C 1Hഉം ഇല്ല. ബയ്യർക്ക് 10 കോടിയേക്കാൾ കൂടുതൽ കഴിഞ്ഞ വർഷം ടേൺ ഓവർ ഉണ്ട്, സെല്ലർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ 194Q ആണ് അപ്ലിക്കബിൾ ആവുക. സെല്ലർക്ക് കഴിഞ്ഞ വർഷം 10 കോടിയേക്കാൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ട്, ബയ്യർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ 206C 1H പ്രകാരം TCS ആണ് അപ്ലിക്കബിൾ ആവുക. ബയ്യർക്കും സെല്ലർക്കും 10 കോടിയേക്കാൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ 194Q 206C 1Hനെ ഓവർ റൈഡ് ചെയ്യും എന്ന് പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് അറിയാം. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഈവൺ ദോ 194Q 206E1Hനേക്കാൾ ഓവർ റൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും സെല്ലറ് ബയ്യറുടെ അനുവാദമില്ലാതെ തന്നെ 0.1% TCS കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ ബയ്യർ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? TDS ഡിഡക്ട് ചെയ്യാതെ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ TCS കളക്ട് ചെയ്തെന്നുള്ള കാരണം കൊണ്ട് TDS ഡിഡക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാണോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. നോൺ ഡിഡക്ഷൻ കൊണ്ടുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും അതിലേക്ക് അത് വരും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ TCS കളക്ട് ചെയ്തിട്ട് TDS ഡിഡക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് TDSന് മുമ്പ് തന്നെ TCS വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർക്കുലർ 13/2021 പ്രകാരം കൊയേസീവ് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതായ രക്ഷ. അല്ലാത്ത പക്ഷം വളരെ കഠിനമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ TDS ഡിഡക്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതൊന്നും ഇപ്പം നോക്കേണ്ട കാര്യമില്ല. ഓൾറെഡി 1/4/2025 ശേഷം ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിൽ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞു 206E1H എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഇല്ല. ഇനി TDS 194Q എന്ന് പറയുന്ന ഒരു സെക്ഷൻ TDS മാത്രമേ 1/4/2025 തൊട്ടുള്ളൂ. 206E1H എന്ന് പറഞ്ഞൊരു സെക്ഷൻ 1/4/2025 തൊട്ടില്ല. അപ്പൊ 50 കോടിയേക്കാൾ കൂടുതൽ സെല് ചെയ്യുന്ന സമയത്ത് 0.1% TCS സെല്ലർ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല 1/4/2025 ശേഷം. എന്നാൽ 194Q തീർച്ചയായിട്ടും തുടരും. എന്നാൽ ഈ ഇന്റർപ്ലേ ബിറ്റ്വീൻ 206E1H 194Qവും ഇനി ഉണ്ടാവുകയില്ല. പിന്നീട് വന്നിട്ടുള്ള മാറ്റം TCSുമായി ബന്ധപ്പെട്ടതാണ്. ഫോറിൻ റെമിറ്റൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റമാണ്. ഇപ്പൊ നമുക്കറിയാം ഫോറിൻ റെമിറ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് 0 മുതൽ 7 ലക്ഷം എന്ന് പറഞ്ഞൊരു സ്ലാബ് ഉണ്ട്. LRS ലിമിറ്റഡ് റെമിറ്റൻസ് സ്കീം ലിബറലൈസ് റെമിറ്റൻസ് സ്കീം പ്രകാരം LRS സ്കീം പ്രകാരം ഉണ്ടാകുന്നതായ ലിമിറ്റ് 7 ലക്ഷം എന്നുള്ളതാണ്. ആ 7 ലക്ഷം എന്നുള്ളത് പുതിയ ബഡ്ജറ്റിൽ 10 ലക്ഷം ആക്കിയിട്ട് ഉയർത്തി. പിന്നീട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പുറത്തേക്ക് ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ അയക്കാന്നുണ്ടെങ്കിൽ 0.1% ആയിരുന്നു TDS. ആ 0.1% TDS എന്നുള്ളത് വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പറയുന്നതായ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പുറത്തേക്ക് പൈസ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ TDS ഡിഡക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ വിദേശത്തേക്ക് പൈസ അയക്കുന്ന ആൾക്കാർക്ക് ഇനി TCS ലയബിലിറ്റി വരുന്നില്ല. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി എഡ്യൂക്കേഷൻ ലോണിൽ നിന്നും എടുത്തിട്ട് അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു മാറ്റം ബഡ്ജറ്റ് 2025 പ്രഖ്യാപിച്ചിരിക്കുന്നത് 206AB എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് 206AB? നമുക്കറിയാം, നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന വ്യക്തി ഒരു സ്പെസിഫൈഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ആരാണ് സ്പെസിഫൈഡ് പേഴ്സൺ? ആ പേഴ്സൺ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, 139 ടൈം ലിമിറ്റ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ TDS TCS എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന റേറ്റ് ടോട്ടൽ എമൗണ്ട് 50,000-നേക്കാൾ കൂടുതൽ ഓൾറെഡി അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയാം. അദ്ദേഹത്തിൽ നിന്നും TDS പിടിക്കുമ്പോൾ നോർമൽ റേറ്റ് ഓഫ് TDSന് പകരം 1% ആണ് TDS എന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ഓർ 5% വിച്ച് എവർ ഈസ് ഹയർ. നമ്മളൊരു കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കുന്നു. ആ കോൺട്രാക്ടർ സ്പെസിഫൈഡ് പേഴ്സൺ ആണ്. അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ TDS TCS ക്രെഡിറ്റ് എന്നുള്ളത് 50,000-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും 1% TDS പിടിക്കുന്നതിന് പകരം 1%ന്റെ ഇരട്ടി 2% ഓർ 5% വിച്ച് എവർ ഈസ് ഹയർ 5% TDS പിടിക്കേണ്ടതാണ്. ഞാനൊരു പ്രൊഫഷണലിനാണ് പൈസ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10%ആണ് 194J പ്രകാരം പിടിക്കേണ്ടത്. എന്നാൽ ആ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരാള് സ്പെസിഫൈഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ 10%ന്റെ ഇരട്ടി 20% ഓർ 5% വിച്ച് എവർ ഈസ് ഹയർ 20% TDS ഡിഡക്ട് ചെയ്യേണ്ടത് ആണ്. അപ്പൊ ആ രീതിയിൽ ഉണ്ടാവുന്നതായ ഒരു ഹയർ റേറ്റ് എന്നുള്ളതായിരുന്നു ഇപ്പൊ നിലവിൽ ഉണ്ടായിരുന്നതായിട്ടുണ്ടാവുന്ന TDS. അങ്ങനെ ഉണ്ടാകുന്ന ഹയർ റേറ്റിലേക്ക് ഡിഡക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് ഡിഡക്ഷൻ ആയിട്ട് കണക്കാക്കും. ആ പാർട്ട് ഡിഡക്ഷൻ എന്നുള്ളതും നോൺ ഡിഡക്ഷൻ എന്നുള്ള നിലയിലേക്ക് എത്തിച്ച് എല്ലാ കോൺസിക്വൻസസും ഡിസലവൻസ് ഓഫ് എക്സ്പെൻസസ്, പെനാലിറ്റി, ഇൻട്രസ്റ്റ്, ഈവൻ പ്രോസിക്യൂഷൻ 276D പ്രകാരം 3 മാസം തൊട്ട് 7 വർഷം വരെയാണ് തടവ്. അപ്പൊ ആ നിലയ്ക്ക് ഉണ്ടാകുന്നതായ എല്ലാ പ്രോസിക്യൂഷൻസും ഈ പറയുന്നതായ സംഗതികൾക്ക് വരുമായിരുന്നു. എന്നാൽ ഈ ഒരു ഡ്രക്കോണിയൻ പ്രൊവിഷൻ 206AB TDSുമായി ബന്ധപ്പെട്ടതും അതിന്റെ തത്തുല്യമായിട്ടൊരു പ്രൊവിഷൻ TCSലുമുണ്ട്. 206CC എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ രണ്ട് സെക്ഷൻസും 1/4/2025 തൊട്ട് ഇല്ല. എന്നാൽ അത് 31/3/2025 വരെ ഉണ്ട്. അപ്പൊ 24-25 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് വരയ്ക്കും അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതായിട്ട് വരും. 1/4/2025 തൊട്ട് ആ സെക്ഷൻ എന്നുള്ളത് രണ്ട് സെക്ഷൻസും 206AB ഫോർ TDSും 206CC എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന രണ്ട് ഡ്രക്കോണിയൻ സെക്ഷൻസും ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു മാറ്റമാണ് അതിലേക്ക് ഇത് വന്നിട്ടുള്ളത്. പിന്നീട് ഉണ്ടാകുന്ന സുപ്രധാനമായ ഒരു മാറ്റം കഴിഞ്ഞ ബഡ്ജറ്റ് 2024 തന്നെ TDSുമായി ബന്ധപ്പെട്ടിട്ട്
ടാക്സ് അടയ്ക്കാൻ വൈകുന്ന സമയത്ത് ചെറിയ ചെറിയ ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ മാസത്തെ ടാക്സ് എന്നുള്ളത് അടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പാണ് അടയ്ക്കേണ്ടത്. അത് 7-ാം തീയതി എന്നുള്ളത് 8-ാം തീയതി 9-ാം തീയതി ആകുമ്പോൾ തന്നെ അത് ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. 276D പ്രകാരം ഉണ്ടാകുന്ന പ്രോസിക്യൂഷനിലേക്ക് ഇത് എത്തുമായിരുന്നു. എന്നാൽ TDS കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതത് ക്വാർട്ടറിൽ ഉണ്ടാവുന്ന മാസങ്ങളിലത്തെ ടാക്സ് കുറച്ച് വൈകിയെങ്കിലും ആ മാസത്തെ ക്വാർട്ടറിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോ തേർഡ് ക്വാർട്ടർ എടുക്കുന്നു. തേർഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒക്ടോബറിലത്തെ ടാക്സ് നവംബർ 7-ന് മുമ്പ്, നവംബറിലത്തെ ടാക്സ് ഡിസംബർ 7-ന് മുമ്പ്, ഡിസംബറിലത്തെ ടാക്സ് ജനുവരി 7-ന് മുമ്പാണ് അടയ്ക്കേണ്ടത്. എന്നാൽ ഇത് അടയ്ക്കുന്നത് ജനുവരി 25-നാണ് ഈ ക്വാർട്ടറിലത്തേതായിട്ടുണ്ടാവുന്ന റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഈ 3 മാസത്തെ 7-ാം തീയതി അടുത്ത മാസത്തിന് പകരം ജനുവരി 25-ന് മുമ്പ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ TDS വന്നിരുന്നു. എന്നാൽ തത്തുല്യമായിട്ടൊരു പ്രൊവിഷൻ TCS വന്നിരുന്നില്ല. 25-ല് അതിന് TCS കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്വാർട്ടർലി റിട്ടേൺസ് 27 EQ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പ് ആ ക്വാർട്ടറിൽ ഉണ്ടാവുന്ന മാസങ്ങളുടെ ടാക്സ് അടയ്ക്കാന്നുണ്ടെങ്കിൽ ക്രിമിനൽ ഒഫൻസിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻട്രസ്റ്റും ബാക്കിയുള്ളതെല്ലാം വരുമെന്ന് മാത്രം, ക്രിമിനൽ ഒഫൻസ് ഇല്ലാതാക്കിയെന്ന് മാത്രം. പിന്നീട് വന്നിട്ടുണ്ടാകുന്ന ഒരു സുപ്രധാനമായ ഒരു മാസം വരെയാണ് അപ്ഡേറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. 139(1)ന്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞ് ഡിസംബർ മാസം ഓഫ് അസസ്മെന്റ് ഇയർ മാത്രമേ 139(4) പ്രകാരം ബിലേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസംബറിന് ശേഷം അത് അപ്ഡേറ്റ് റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. 12 മാസം ഡിലേക്ക് 25% എക്സ്ട്രാ ടാക്സും 24 മാസം ഡിലേക്ക് 50% എക്സ്ട്രാ ടാക്സുമാണ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. ആ 24 മാസം എന്നുള്ള ഡിലേ പിടിച്ച് ഇപ്പോൾ 48 മാസം 4 വർഷമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇത് 1/4/2025 തൊട്ട് അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ബാക്കിൽ ഉണ്ടാവുന്ന 4 വർഷത്തെ റിട്ടേൺസ് വരെ എന്ത് ചെയ്യാൻ പറ്റും? സബ്മിറ്റ് ചെയ്യാൻ പറ്റും. 12 മാസം ഡിലേക്ക് ഉണ്ടാവുന്ന 25% അതേപോലെ നിൽക്കുന്നു. 24 മാസം ഡിലേക്ക് ഉണ്ടാവുന്ന 50% അതേപോലെ നിൽക്കുന്നു. 36 മാസത്തിലേക്ക് എത്തുമ്പോൾ അത് 60% എക്സ്ട്രാ ടാക്സ് ആയിട്ട് മാറുന്നു. 48 മാസം ഡിലേക്ക് അത് 70% എക്സ്ട്രാ ടാക്സ് ആയിട്ട് മാറുന്നു. അങ്ങനെ 60%, 70% എന്ന് പറഞ്ഞ് 140B സബ്സെക്ഷൻ 3 പ്രകാരം എക്സ്ട്രാ അടയ്ക്കേണ്ട ടാക്സ് മാത്രം ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 139(8)A പ്രകാരം ഉണ്ടാകുന്ന അപ്ഡേറ്റഡ് റിട്ടേൺ 24 മാസത്തിന് പകരം 48 മാസം വരയ്ക്ക് പിറകിലേക്ക് പോയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുണ്ടാകുന്ന മറ്റൊരു മാറ്റം. പിന്നീട് ഏറ്റവും അവസാനത്തെ ലാപ്പില് ഇൻകം ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നതായ ചില സുപ്രധാനമായ മാറ്റങ്ങളാണ്. ഇൻകം ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം 1961 വന്നിട്ടുണ്ടാവുന്ന ബില്ലില് ആക്ടില് ഓൾമോസ്റ്റ് 4000-ലധികം അമെന്റ്മെന്റുകൾ വന്നു. 1961 ഉണ്ടാവുന്ന സാമ്പത്തിക രംഗത്ത് ഉണ്ടാവുന്ന സവിശേഷതകളെല്ലാം ഇപ്പം ഉണ്ടാവുന്നത് ക്രിപ്റ്റോ കറൻസിയും വിർച്വൽ ഡിജിറ്റൽ ആസറ്റും സെൻട്രൽ ബാങ്ക് ബാക്ക്ഡ് ഡിജിറ്റൽ കറൻസിയും CBDCയും ഒക്കെ വരുന്നതായിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയിൽ പണ്ടത്തെ ഇൻകം ടാക്സ് വെച്ച് പോയിട്ട് കാര്യമില്ല. അതിന് കാലാനുഗതമായിട്ടുണ്ടാവുന്നതായ ഒരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവന്നേ പറ്റൂ. കുറച്ചുകൂടി അസസി ഫ്രണ്ട്ലി ആയിട്ടുണ്ടാവുന്നതായ ഭാഷ ഉപയോഗിച്ചേ പറ്റൂ. അതുമായി ബന്ധപ്പെട്ടിട്ട് 47 ചാപ്റ്റർ ഉണ്ടാവുന്ന പഴയ ആക്ട് 23 ചാപ്റ്റർ ഉണ്ടാവുന്ന പുതിയ ബില്ലിലേക്ക് 819 സെക്ഷനിൽ നിന്നും 536 സെക്ഷനുകളിലേക്ക് 5,20,000 വേർഡുകളിൽ നിന്നും 2,60,000 വേർഡുകളിലേക്ക് 1,200 പ്രൊവിഷൻസും 900 എക്സ്പ്ലനേഷൻസും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് ഓരോ ചാപ്റ്ററിന് ശേഷവും ആ ചാപ്റ്ററിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തുകൊണ്ട് പല ലീഗൽ ജാർഗൺസ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് എന്ന് പറഞ്ഞ വാക്കിന് പകരം ഇറസ്പെക്റ്റീവ് ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് എന്നുള്ളതിന് പകരം ആസ് പെർ എന്ന് പറയുന്ന കുറച്ചും കൂടെ ജനകീയമായ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് പാസീവ് വോയിസ് ഓഫ് കൺസ്ട്രക്ഷനിൽ നിന്നും ആക്റ്റീവ് വോയിസ് ഓഫ് കൺസ്ട്രക്ഷനിലേക്ക് എത്തിച്ചുകൊണ്ട് റിഡണ്ടന്റ് ആയിട്ടുണ്ടാവുന്ന പല പഴയ പ്രൊവിഷൻസും ഒഴിവാക്കിയിട്ടുണ്ടാവുന്നതായ കൺസ്ട്രക്ഷനോട് കൂടി ഒന്നും കൂടി ലൂസിഡായി ഒന്നും കൂടി ചെറുതാക്കി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആക്കുന്ന രീതിയിൽ ഒരുപാട് ടേബിളുകളും ഫോർമുലകളും ഉപയോഗിക്കുന്ന രീതിയിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന പ്രൊവിഷൻസ് എല്ലാം ഒറ്റ ഭാഗത്തേക്ക് എത്തിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതായ സവിശേഷമായ മാറ്റങ്ങളോട് കൂടിയിട്ട് പുതിയ ബില്ല് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഉണ്ടാവുന്നതായ മാറ്റങ്ങളിൽ TDSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു മാറ്റം മാത്രം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാം ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പം ആ പുതിയ ബില്ലിനകത്ത് TDSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന സവിശേഷത നമുക്കറിയാം. സെക്ഷൻ 192 തൊട്ട് 196D വരെയാണ് എക്സിസ്റ്റിംഗ് ആക്ടിൽ ഉണ്ടാവുന്ന TDS റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന പ്രൊവിഷൻസ് എന്നുണ്ടെങ്കിൽ 192 സാലറി, 193 ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, 194 ഡിവിഡൻഡ്,
194A ഇൻട്രസ്റ്റ് അതർ ദാൻ ദാറ്റ് ഓഫ് സെക്യൂരിറ്റി, ബിയും BB എന്ന് പറയുന്നതെല്ലാം ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്ന ലോട്ടറി വിന്നിങ്ങും പോലെ ഉണ്ടാകുന്നതായ സംഗതികൾ, കാഷ്വൽ ഇൻകം സംഗതികൾ. 194C എന്നുള്ളത് കോൺട്രാക്ട്, 194D എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് തുടങ്ങി അത് 195 നോൺ റെസിഡന്റ്, 196D വരെ ഉണ്ടാകുന്നതായ പ്രൊവിഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരന്ന് കിടക്കുന്നുണ്ട്. അതിനകത്ത് കുറേ സെക്ഷൻസ് റെസിഡൻസിന് മാത്രമുള്ളതുണ്ട്, നോൺ റെസിഡൻസിന് മാത്രമുള്ളതുണ്ട്, രണ്ടുപേർക്കും ഒന്നിച്ചുള്ളതുണ്ട്. അതിനകത്ത് കുറേ എണ്ണത്തിൽ TDS അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന കുറേ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് പരന്ന് കിടക്കുന്നതായിട്ടുണ്ടാവുന്ന സെക്ഷൻസ് 192 തൊട്ട് 196D വരെ കിടക്കുന്നതായിട്ടുണ്ടാവുന്ന പ്രൊവിഷൻസ് നമ്മൾ പുതിയ ബില്ലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ക്ലോസുകളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. സാലറി റിലേറ്റഡ് 192 എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന സംഗതി 392 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് മൊത്തത്തിൽ പറഞ്ഞ് 193 തൊട്ട് 196D വരെ ഉണ്ടാവുന്ന എല്ലാ സെക്ഷൻസും 393 എന്ന് പറയുന്ന ഒറ്റ ക്ലോസിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒറ്റ സംഗതിയിലാക്കി വെച്ചിട്ടുണ്ട്. 4 ടേബിൾ ആയിട്ട് എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെസിഡൻസിന് അപ്ലിക്കബിൾ മാത്രമാവുന്നതായ TDS പ്രൊവിഷൻസിനെ ഒരു ടേബിളാക്കി, നോൺ റെസിഡൻസിന് മാത്രം അപ്ലിക്കബിൾ ആവുന്ന TDSനെ മറ്റൊരു ടേബിളാക്കി, റെസിഡൻസിനും നോൺ റെസിഡൻസിനും ഒരേപോലെ അപ്ലിക്കബിൾ ആവുന്നതിനെ മറ്റൊരു ടേബിളാക്കി, ഡിഡക്ഷൻസ് ഇല്ലാത്തതായിട്ടുണ്ടാവുന്ന പല എക്സ്പ്ലനേഷൻസിലും പ്രൊവിഷൻസിലും ഒക്കെ ഇതിൽ ഇല്ല എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന പല സാധനങ്ങളെയും കൂടെ ചേർത്തിട്ട് ഒറ്റ ടേബിളാക്കി, TDS ഇല്ലാത്തതായ ട്രാൻസാക്ഷൻസിനെ ഒറ്റ ടേബിളാക്കി, 4 ടേബിളാക്കി വളരെ സുന്ദരമായ രീതിയിൽ TDSനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്തിലേക്ക് വന്നിട്ടുണ്ട്, പുതിയ ബില്ലിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുതിയ ബില്ലിന് പുറമെ ഇപ്പൊ കാണുന്നതായിട്ടുണ്ടാവുന്ന റൂളുകളും ഫോമുകളും എല്ലാം എന്താവുന്നു, മാറുന്നു. അപ്പൊ ഇപ്പൊ കാണുന്നതായിട്ടുണ്ടാവുന്ന TDSൻ്റെതായിട്ടുണ്ടാവുന്ന സംഗതികളെല്ലാം 26, 27 ചില ചെറിയ രീതിയിൽ എന്ത് വന്നേക്കാം, മാറ്റം വന്നേക്കാം. കാര്യമായിട്ടുണ്ടാവുന്ന മാറ്റമില്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാവുന്നതായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് വന്നേക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന വളരെ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ, ലൂസിഡ് ആക്കുന്ന രീതിയിൽ, വായിക്കുന്നവർക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരേ ശതമാനം ഉണ്ടാവുന്ന ഒരേപോലെ ഉണ്ടാവുന്ന ഐറ്റംസ് ഒക്കെ ഒന്നിച്ചു കൊണ്ടുവരുന്ന രീതിയിലെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടാവുന്നതായ ഒരു ലബോറിയസ് ആയിട്ടുണ്ടാവുന്നതായ ഒരു ടാസ്ക് ആണ് ഇൻകം ടാക്സ് ബില്ല് നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തുടർന്ന് നമുക്ക് കാണാം. TDS കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രാക്ടിക്കൽ പെർസ്പെക്ടീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയുമാണ് ആമുഖമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ എന്നിൽ നിന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓവർ ടു യു GK സർ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് അത് ചോദിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ബാക്കി വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓവർ ടു യു GK സർ. താങ്ക് യു സർ. സാറിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേക്കൂ സാറേ. ഇതാ, ഓക്കെ. ഇറ്റ്സ് എ വണ്ടർഫുൾ സെഷൻ. സാറ് കൃത്യം 8:15 തുടങ്ങി 45 മിനിറ്റ് കൊണ്ട് വളരെ കൃത്യമായിട്ട് എല്ലാ ഏരിയയിലും ടച്ച് ചെയ്ത് വളരെ ക്രിസ്പായിട്ട് സാറ് പറഞ്ഞു. അപ്പോൾ സാറിന് നിങ്ങൾ എല്ലാവരും ഒരു ഹാർട്ട് കൊടുത്ത് സാറിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് നമുക്ക് ഞാൻ ഇതിലേക്ക് വരാം. സോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹേർട്ട് ഉണ്ട്, ലാപ്ടോപ്പിലൊക്കെ കാണും. ആ ഹേർട്ട് കൊടുത്ത് സാറ് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം ആദ്യം. ഈ വണ്ടർഫുൾ എക്സലന്റ് പ്രസന്റേഷൻ. ഓക്കെ, എല്ലാവരും ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ 9 മണിയായി, നമുക്ക് 9:30 വരെ നമുക്ക് സെഷനത്തിൽ മുന്നോട്ട് പോവാം. സാർ അതുവരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 by 1 ആയിട്ട് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കണം. 2 തരത്തിൽ നമുക്ക് ചെയ്യാം. സംശയമുള്ള ആളുകൾ ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ ഒരു 1 by 1 ആയിട്ട് വിളിക്കാം. പിന്നെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു മണിക്കൂർ. പക്ഷെ നമ്മൾ ടാക്സ് കൊച്ചി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഷെയറിംഗ് കൺസെപ്റ്റ് നമ്മൾ ഇത്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് TDSൻ്റെയും GSTയുടെയും ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വൈഡായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും TDS റിട്ടേൺ ഫയൽ ചെയ്യാനും IT റിട്ടേൺ ഫയൽ ചെയ്യാൻ തെറ്റുകൂടാണ്ട് TDS റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ഏപ്രിൽ 7-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് കോഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് GST റിട്ടേൺ ഫയലിംഗ്, GSTയുടെ ബേസിക്സ് മുതൽ GSTയുടെ ഒരു അപ് ടു ദ അഡ്വാൻസ് ലെവൽ വരെയുള്ള GST റിട്ടേൺ രജിസ്ട്രേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈവ് സെഷൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഈ ഫ്ലോറിലുള്ള ആളുകളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആളുകളാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ TDSൻ്റെ റിട്ടേൺ ഫയൽ, അത് GST 7ാമത്തെ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ബാച്ചാണ് ഇനി ചെയ്യാനുള്ളത്. TDSൻ്റെ ബാച്ച് നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് കഴിഞ്ഞു. നമ്മൾ 2ാമത്തെ ബാച്ച് അറിയാലോ. ഇപ്പം നമ്മൾ ഈ ഏപ്രിൽ കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ അടുത്ത ജൂലൈ 31 കൂടി IT റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ TDSൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു സാധാരണ രീതിയിലൊരു കരിയറിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ TDS റിട്ടേൺ ഫയൽ ചെയ്ത് പഠിക്കാം, IT റിട്ടേൺ ഫയൽ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. മറ്റൊന്ന് ഇത് പ്രൊഫഷണലായിട്ട്
ഒരു മിനിറ്റ്. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊരു കോഴ്സാണ്. സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ആളുകൾ ഉണ്ടെങ്കിൽ, രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ ഓൾറെഡി നിങ്ങൾക്കറിയാം, 9447188618. നിങ്ങൾക്ക് എന്നെ പേഴ്സണലി നിങ്ങൾക്കൊന്ന് വിളിച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് കുറവുള്ള കാരണം അതിലേക്ക് പോകുന്നില്ല. ആരെങ്കിലും ഇതിന്റെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ അടുത്ത ഏപ്രിൽ 7 തൊട്ടാണ് അടുത്ത TDS ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. TDS റിട്ടേൺ പഠിക്കാം. TDS ഇപ്പൊ പറഞ്ഞ ഓരോ ക്ലോസും 1 by 1 ആയിട്ട് സാറ് തന്നെയാണ് അതിന്റെ മെയിൻ ഫാക്കൽറ്റി. വേറെ 2 പേരും കൂടി ഉണ്ട്. ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈവായിട്ട് സെഷൻസ് ആണ് ഉണ്ടാവുക. റെക്കോർഡിംഗ് കിട്ടും. അപ്പൊ അത് നിങ്ങൾ തന്നെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് പറയാം. ഇപ്പൊ ഏപ്രിൽ 7 തൊട്ടാണ് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾ എന്നോട് പറയാം. ആകെ 20 പേർക്കാണ് അഡ്മിഷൻ ഉണ്ടാവുക. എല്ലാവർക്കും അഡ്മിഷൻ ഉണ്ടാവില്ല. അവിടെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ പോകുന്ന ഒരു സെഷനാണ് GST. അങ്ങനെ തന്നെ. അതാണ് ഒന്ന്. 2, നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് എടുക്കുന്ന സെഷന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ നാളത്തെയും 2 ദിവസം റെക്കോർഡിംഗ് സെഷന് റെക്കോർഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നെ പേഴ്സണലി നിങ്ങളൊന്ന് എന്നെ കണക്ട് ചെയ്യുക. ചാറ്റ് ബോക്സിൽ ഇട്ടാലും എനിക്ക് പറ്റില്ല. നിങ്ങൾ പേഴ്സണലി തന്നെ കണക്ട് ചെയ്താൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കാം. ചെറിയൊരു നോർമൽ ഫീസ് വരും. അത് പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടാൻ സംവിധാനം കൂടി ഉണ്ടാകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓവർ ടു നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാർ. അതിനിടയ്ക്ക് അജി സാറേ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ലോങ് ടൈം ക്യാപിറ്റലും ഷോർട്ട് ടൈം ക്യാപിറ്റലും ക്ലാരിറ്റി ആയില്ല എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അത് നമുക്ക് അവസാനം നമുക്ക് എടുക്കാം. ചാറ്റ് ബോക്സിൽ വന്നൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്ത ആളുകളുടെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് നമുക്ക് പുറകിലേക്ക് വരാം. സോ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന പ്രദീപാണ്. പ്രദീപ്, പ്ലീസ്. സാറേ, താങ്ക് യു വെരി മച്ച്. ഹലോ സാറേ, കറണ്ട് ഇയറിലെ TDS വന്നിട്ടുള്ള ചേഞ്ചസ് 194I വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, 194 അതിനകത്ത് വന്നിട്ടുള്ള മാറ്റം 2,40,40,000 രൂപ എന്നുള്ളത് 50,000 പെർ മന്ത് ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ട്. അപ്പൊ തത്വത്തിൽ 6 ലക്ഷം ഒക്ടോബർ തൊട്ടിട്ട് അല്ലല്ല 1/4/2025 തൊട്ടിട്ട്. ഞാൻ അതിനെ 3 ഘട്ടമായിട്ടാണ് പറഞ്ഞത്. 1/10 തൊട്ട് അപ്ലിക്കബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് 194 IBക്കാണ് അപ്ലിക്കബിൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 5 ആക്കിയതാണ് 1/10 തൊട്ട്. 194I എന്നുള്ളത് ഈ 2,40,40,000 പെർ ഇയർ എന്നുള്ളത് നമ്മള് 1/25 തൊട്ട് 6 ലക്ഷം പെർ ഇയർ ആവും. പക്ഷെ 6 ലക്ഷം പെർ ഇയർ എന്നല്ല പറഞ്ഞിരിക്കുന്നു, 50,000 പെർ മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 ലക്ഷം പെർ ഇയർ എന്നുള്ളത് 50,000 പെർ മന്ത് അല്ല, ഇൻകം ടാക്സില് കണക്കിൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ. 194J എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, 30,000 രൂപ ലിമിറ്റ് എന്നുള്ളത് 50,000 ആക്കി. അതും 1/4/2025 തൊട്ട് അപ്ലിക്കബിൾ ആണ്. തീർച്ചയായിട്ടും GK സാർക്ക് ഷെയർ ചെയ്യാം. പരിപാടി തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. പിന്നെ ഈ ക്യാപിറ്റൽ ഗെയിന്റെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുക്കാമല്ലോ നമുക്ക്. എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഇൻഡെക്സേഷൻ മാത്രമേ എടുക്കാൻ പറ്റില്ല എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അക്വിസിഷനും എടുക്കാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുക്കാം. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റില്ല. 23 ജൂലൈക്ക് ശേഷം സെയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിൽ. അത് ഇൻഡിവിജ്വലിനും HUFനും റെസിഡന്റ് ആണെങ്കിൽ മാത്രം ഒരു ഓപ്ഷൻ ഉണ്ട്. 20% വിത്ത് ഇൻഡെക്സേഷനും വിത്തൗട്ട് ഇൻഡെക്സേഷനും 12 പോവാം. നോൺ റെസിഡന്റ് ഇൻഡിവിജ്വലിനോ HUFനും ആണെങ്കിലോ ഫേം, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്നതായ കമ്പനിയോ AOP ആണെന്നുണ്ടെങ്കിലോ ആ ഓപ്ഷൻ ഇല്ല. വിത്തൗട്ട് ഇൻഡെക്സേഷൻ കോസ്റ്റ് ഓഫ് അക്വിസിഷനും വിത്തൗട്ട് ഇൻഡെക്സേഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. താങ്ക് യു. അതിനോട് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത ആളുകളോട് നാളെ ഇത് സെയിം ലിങ്ക് തന്നെയാണ്. അപ്പൊ വേറെ സെയിം ലിങ്ക് നിങ്ങൾക്ക് പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതേ ലിങ്കിൽ തന്നെ നാളെ കൃത്യസമയത്ത് ഈ സമയത്തിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. സോ സന്ധ്യ, പ്ലീസ്. സാർ, സംസാരിക്കണേ. എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് സെക്ഷൻ 194A പ്രകാരം നമ്മൾ ത്രെഷോൾഡ് ലിമിറ്റ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യണേ. നമ്മൾ 15GH ആക്സെപ്റ്റ് ചെയ്യും കസ്റ്റമേഴ്സിന്റെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ന്യൂ റെജീം ബൈ ഡിഫോൾട്ട് ആയിട്ട് എടുത്തിട്ട് നമുക്ക് 4 lakh and 12 lakh ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. സ്വതവേ ത്രെഷോൾഡ് ലിമിറ്റ് 15G എന്നുള്ളതിനകത്ത് റിബേറ്റ് എന്നുള്ളത് കണക്കിലെടുക്കാണ്ടാണ് അതിന്റെ എക്സംഷൻ വരാം. അപ്പൊ 4 ലക്ഷം വരെ എന്നുള്ളതിലേക്ക് മാത്രമേ അത് പറ്റുള്ളൂ. 12 എന്നുള്ളതിലേക്ക് ഇത് പറ്റില്ല. 12 പറ്റില്ല. 4 lakh തന്നെ 15Gനും Hനും 4 lakh വരെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റിബേറ്റ് എന്നുള്ളത് 15GHലേക്ക് എടുക്കാറില്ല. ഓക്കെ സാർ. നെക്സ്റ്റ് സംശയം പറയുന്നത് നമുക്ക് സാർ പറഞ്ഞില്ലേ 4 years വരെ നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. പ്രീവിയസ് 4 years അത് അപ്ഡേറ്റഡ് റിട്ടേൺ മാത്രമല്ലേ പറ്റൂ? റിട്ടേൺ സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് പറ്റില്ല എന്തായാലും. അപ്ഡേറ്റഡ് റിട്ടേൺ എന്നുള്ളത് സബ്മിറ്റ് ചെയ്യാത്തവർക്കും സബ്മിറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്തവർക്കും സബ്മിറ്റ് ചെയ്യാം. രണ്ടുപേർക്കും സബ്മിറ്റ് ചെയ്യാം.
194 ആ 139 എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കും ചെയ്യാം, പുതിയതായിട്ടും ചെയ്യാം. എന്നാൽ അത് ചെയ്യാം. ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആള് അന്ന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇൻകത്തിനേക്കാൾ കുറവാക്കാനോ ലോസ് കൂട്ടാനോ റീഫണ്ടിനാക്കാനോ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. അന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനേക്കാൾ ഓക്കെ കൂടുതൽ സാർ. പ്രോഫിറ്റ് ആക്കുന്ന രീതിയിലോ കുറഞ്ഞ ലോസ് ആക്കുന്ന രീതിയിലോ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അപ്ഡേറ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. സാർ 194A സെക്ഷനിൽ സാധാരണ നമ്മൾ TDS പിറ്റേ മാസം 7th അടയ്ക്കണം. അത് 194Aക്കും അപ്ലിക്കബിൾ അല്ലേ സാർ? എല്ലാ സെക്ഷനും ആ 7th അപ്ലിക്കബിൾ അല്ലേ? 194Aക്ക് സ്പെഷ്യൽ എക്സംഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നിലുമില്ല, അങ്ങനെയൊന്നുമില്ല. അതിൽ ഗവൺമെന്റ് അടയ്ക്കാന്നുണ്ടെങ്കിൽ മാത്രം ബുക്ക് എൻട്രി ആണെന്നുണ്ടെങ്കിൽ സെയിം ഡേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, അടുത്ത മാസം 7ാം തീയതിക്ക് മുമ്പ് ചലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അടയ്ക്കും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സന്ധ്യ. സാർ മധു സാർ, കോട്ടയം അയർക്കുന്നം പ്ലീസ്. സാർ നമ്മൾ ലാസ്റ്റ് ടൈം പാലക്കാട് മാംഗോ വില്ലേജ് വെച്ച് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം സാറേ, TCS ക്യാരി ഫോർവേഡിൻ്റെ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പം ഞാൻ ഈ 24 നോർമൽ റിട്ടേൺ ഫയൽ ചെയ്തു. പക്ഷേ ആ പാർട്ടിക്ക് 2 അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ടായിരുന്നു. അത് ഫയൽ ചെയ്തു. അതിനകത്ത് TCS ഒരു 2,65,000 ഉണ്ടായിരുന്നു. അത് ഫിനാൻഷ്യൽ 2021 അത്. പിന്നെ ആ TCS ഞാൻ 21-22 ഫിനാൻഷ്യറിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു 1 lakh ആ ഇൻകത്തിനകത്ത് കുറവ് ചെയ്തു. നെക്സ്റ്റ് ഇയർ 22-23 അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തപ്പം റിമൈനിങ് അവിടെ ഒരു 63,000 ടാക്സബിലിറ്റി വന്നപ്പം അതും ഇതിനകത്ത് എടുത്തു. എന്നിട്ട് 23-24 നോർമൽ റിട്ടേൺ ഫയൽ ചെയ്തു. പക്ഷേ എനിക്ക് അതിന് ഡിമാൻഡ് വന്നു. TCS ക്യാരി ഫോർവേഡ് ബെനിഫിറ്റ് CBC തന്നില്ല. 143(1) ടാക്സ് ഡിമാൻഡ് TCS അങ്ങ് നിഷേധിച്ചു. അപ്പം ഞാൻ അതിന് എന്ത് ചെയ്തു, പിന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സമയം പോയതുകൊണ്ട് ഞാൻ ഗ്രീവൻസ് ഫയൽ ചെയ്തു. ഗ്രീവൻസ് ഫയൽ ചെയ്യുകയും ആ ഗ്രീവൻസിൻ്റെ ബേസ് വെച്ചിട്ട് നമ്മുടെ പിന്നെ ഡിമാൻഡിൻ്റെ അതിനകത്തുനിന്ന് അത് മാറുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ വീണ്ടും ഡിമാൻഡ് റേസ് ചെയ്തു വന്നിരിക്കുന്നു. അപ്പം നമുക്ക് ഈ TCS പിന്നെ ക്യാരി ഫോർവേഡ് കിട്ടിയില്ലേ സാർ? പണ്ട് തൃശ്ശൂർ വെച്ച ക്ലാസ്സിൽ ഇത് പറഞ്ഞത് ഞാൻ പിന്നെ വായിച്ച, അതുകൊണ്ടാണ് ഈ ഒരു ഇതിലോട്ട് ചെയ്യുകയും ചെയ്തത്. അതെന്തുകൊണ്ടാണ് സാറേ കിട്ടാത്ത? സാർ പറഞ്ഞു തന്നെയാണ് അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടാണല്ലോ ആ ഡിമാൻഡ് ഇല്ലാതായത്. പക്ഷെ എന്നിട്ട് വീണ്ടും ഇന്ന് വന്നു സാർ. വീണ്ടും വന്നെന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീലിന് പോകണോ അതിന്? വീണ്ടും ഒരു ഗ്രീവൻസ് പോവാം, അപ്പീലിന് പോവാം. അപ്പീലിന് പോകുന്നതിനേക്കാൾ വീണ്ടും ഒരു ഗ്രീവൻസ് കൊടുക്കുക. ഞാൻ വീണ്ടും ഇന്ന് ഒരു ഗ്രീവൻസ് ഫയൽ ചെയ്തു. പക്ഷെ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇനി ചെയ്തതിന്റെ അത് ഡിപ്പാർട്ട്മെന്റ് തെറ്റ് തന്നെയാണ്. അത് സൈറ്റിനകത്തുണ്ടാവുന്ന ഒരു തെറ്റ് തന്നെയാണ്. അത് മർത്തിന് കൈപ്പിഴ ജന്മസ്ഥിതം എന്ന് പറഞ്ഞത് മർത്തിന് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിനും അപ്ലിക്കബിൾ ആണ്. അപ്പൊ അവർക്കും തെറ്റ് ചെയ്യാനുള്ള അധികാരവും അവകാശവും അവർക്കുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് കണക്കാക്കണ്ട. യഥാർത്ഥത്തിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അതിന് 8 വർഷം വരെയൊക്കെ അത് കിട്ടും. ഈ പറഞ്ഞ പോലെ അപ്പൊ അതിനുശേഷം ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ എന്ത് കിട്ടുന്നുണ്ട്, റീഫണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ഓൾറെഡി ഒരു റീഫണ്ട് കിട്ടി സാർ. വേറൊരു ക്ലയന്റിന് എനിക്ക് കിട്ടി. അതിന്റെ ബേസിലാണ് ഞാൻ ഇത് ചെയ്യുകയും ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുന്നില്ല. ഇല്ല. പക്ഷെ ഇങ്ങനെ വന്നോണ്ട് ഇനി തീർച്ചയായിട്ടും സാറേ, താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാൻ പറ്റിയൊരു സന്തോഷം. താങ്ക് യു മധു സർ. ഈ പറ്റാവുന്ന ഒരു വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വരാമോ പ്ലീസ്? എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടൊരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ ഇതുവരെ പിന്നെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 9:18 ആയിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് സമയമുണ്ട് ജനറലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരിട്ട് ചോദിക്കാൻ, ഈ ഹാൻഡ് റൈസ് ചെയ്തില്ലെന്ന് കുഴപ്പമില്ല, ചോദിക്കാം. പക്ഷെ എല്ലാവരും സ്ക്രീനിൽ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇതൊരു വലിയൊരു മുഹൂർത്തമാണ്. നമ്മുടെ സാറേ ബാച്ചിൽ നമ്മുടെ TDS 1 ബാച്ചിൽ പങ്കെടുത്ത തോമസും മാത്യു സാറൊക്കെ അവിടെ ഉണ്ട്. പ്രദീപ് നമ്മുടെ TDS ബാച്ച് 1 ആളായിരുന്നു. ബാച്ച് 7 ആളുകളും GST ബാച്ചിലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും TDSന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 2 റെക്കോർഡിംഗ് ആവശ്യമുള്ള ആളുകൾ ഓൾറെഡി കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡിംഗ് PPT ആവശ്യമുള്ള ആളുകൾ എന്നെ പേഴ്സണലി എൻ്റെ വാട്സാപ്പിൽ ഒന്ന് സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാട്സാപ്പ് ഇട്ടാൽ മതി. ഞാൻ തിരിച്ച് വിളിച്ചോളാം. നാളെ എന്നെ കിട്ടും. പിന്നെ നിങ്ങൾ നാളത്തെ മീറ്റിങ്ങിൻ്റെ ലിങ്കും ഇന്ന് ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ സെയിം മീറ്റിംഗ് ലിങ്കാണ്. കാരണം നമുക്ക് 66 പേരോളം ജോയിൻ ചെയ്തു. ഒരു 5-10 പേരാണ് സെഷൻ കഴിഞ്ഞപ്പോൾ ഒന്ന് ലീവായിട്ടു. സോ വളരെ നന്ദി. കാരണം നിങ്ങളോട് എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ്. ഈ സെഷൻസ് നിങ്ങൾ ഉണ്ടാവില്ല. എല്ലാ മാസവും നമുക്ക് ഇതേമാതിരി സെഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മാസം കൂടുമ്പോൾ, കാരണം നമുക്ക് ജനുവരിയിൽ നമ്മളൊരു 3 ആംനസ്റ്റി സ്കീം, റെന്റിന്റെ സ്കീം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട 3 ദിവസം ഇതേമാതിരി വെബിനാർ ഉണ്ടായിരുന്നു.
അതിൽ പങ്കെടുത്ത ആളുകളൊക്കെയാണ് മധു സാറ്. അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും മാർച്ചിലേക്ക് വീണ്ടും വന്നു. മാർച്ചിലിപ്പോൾ ഈ നാളെ സെഷൻ എന്ന് പറയുന്നത് സോമൻ സാറിൻ്റെയാണ്. GSTയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇയർ എൻഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും പിന്നെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ കൂടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കമ്പനി ആക്ട് പ്രകാരം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അത് നമുക്ക് നാളെ ഇതേ സമയത്ത് 8 മണിക്ക് തന്നെ ഉണ്ടാവും. സോ എല്ലാവരും കൃത്യസമയത്തിന് ജോയിൻ ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ആരാണ് മാത്യു സാറേ എന്താ ചോദിച്ചല്ലോ? ഹാൻഡീസിന് തോമസ് പറഞ്ഞോ. ഞാനാണ് ചോദിച്ചത്, അപ്ഡേറ്റ് റിട്ടേണിന്റെ കേസിലെ നമ്മളിപ്പം ടാക്സ് ഇല്ലാതെയും അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത് പോകുന്നുണ്ടല്ലോ, അപ്പൊ ആ കേസിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട്. ടാക്സ് ഇല്ലാന്ന് വെച്ചാൽ ലേറ്റ് ഫീ എങ്കിലും മിനിമം അടയ്ക്കാണ്ട് അപ്ഡേറ്റ് റിട്ടേൺ കയറി പോകുന്നില്ലല്ലോ. ലേറ്റ് ഫീ വരുന്നുണ്ട്, അപ്പം അതുകൂടാതെ മറ്റേ ടാക്സ് പ്ലസ് അഡീഷണൽ ഒരു എമൗണ്ട് അല്ല, കൂടെ അത് പറയുന്നു. 1000 രൂപ അടച്ചതിന് ശേഷം അതൊരിക്കലും സെൽഫ് അസസ്മെന്റ് ടാക്സ് 140A കാണിക്കരുത്. ആ 1000 രൂപ എന്നുള്ളത് 140Bക്കകത്ത് കാണിക്കാന്നുണ്ടെങ്കിൽ പ്രോസസ് ആയിട്ട് ഇത് വരുന്നുണ്ട്. വരും. ശരി. അല്ല, ഈ ടാക്സ് അടയ്ക്കണം എന്ന് നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, ഈ അപ്ഡേറ്റ് റിട്ടേണിന് പക്ഷെ തത്വത്തിൽ അങ്ങനെ വരുന്നതാണത്. ടാക്സ് അടയ്ക്കണം എന്ന് എവിടെയും പറയുന്നില്ല. അതിൽ റീഫണ്ട് പാടില്ല, ലോസ് പാടില്ല, തുടങ്ങിയിട്ടുണ്ടാവുന്ന കണ്ടീഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനകത്ത് പറയുന്നുള്ളൂ. അത് അവരിപ്പോ ഈ പറഞ്ഞ പോലെ ദക്ഷിണ ഇല്ലെങ്കിൽ പ്രസാദം ഇല്ല എന്ന് പറയുന്ന പോലെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ 1000 രൂപ എന്നുള്ളത് 140A എന്നുള്ളതിൽ അടയ്ക്കുന്നതിന് പകരം അത് 140Bക്കകത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതാണ്, അടയ്ക്കേണ്ടതാണ്. 140Bക്കകത്ത് വരാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കൃഷ്ണപ്രിയ ഉണ്ടോ അവിടെ? കൃഷ്ണപ്രിയ ഉണ്ട്. കൃഷ്ണപ്രിയയാണ് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നത്. ഉണ്ട് സാർ. ഒന്ന് ചോദിച്ചേക്കാമോ പ്ലീസ്? ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് ചോദിച്ചേക്കാമോ ഡൗട്ട്? എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഡോണ്ട് വറി. മ്യൂട്ടായാലോ? ഹലോ കൃഷ്ണപ്രിയ. സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. സർ, ഗുഡ് ഈവനിങ് സർ. സാർ, എനിക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ TDS റിട്ടേണുമായിട്ട് ഫയൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം നമ്മുടെ ഒരു ക്ലയന്റ് ആണെങ്കിൽ തുടക്കം തൊട്ട് കുറച്ച് TDS പിടിക്കേണ്ടതുണ്ടായിരുന്നു, പക്ഷെ അത് അറിയാതെ പോയി. അതിപ്പം ഏപ്രിൽ തൊട്ടുള്ളത് ഈ മാർച്ചിൽ പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ അതിൻ്റെ അതങ്ങ് അടുത്ത ഏപ്രിൽ 7-നുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുമോ? അത് യഥാർത്ഥത്തിൽ നമ്മളത് സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ അതത് മാസം ചെയ്യേണ്ടത് അതത് മാസത്തിൽ തന്നെ ചെയ്യണം. പക്ഷെ നിവൃത്തി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ ചെയ്യൂ. അതിപ്പോ ശരിയെന്ന് പറയാൻ പറ്റില്ല. അല്ല, ശരിയല്ല, പക്ഷേ അതിന് ഫൈൻ കൂടെ ചേർത്ത് ഇപ്പം ചെയ്യേണ്ടി വരുമോ? അതോ? അതെന്താണെന്നറിയാം, ഞാൻ സാറുടെ പേര് ചോദിച്ചില്ല. എൻ്റെ പേര് വിപിൻ എന്നാണ് സാർ. വിപിൻ സാർ. ഇപ്പൊ നോക്കൂ, ബൈക്കിലേക്ക് ഓടിക്കുന്നത് വിചാരിക്കാം, ഹെൽമെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 500 രൂപ പിഴയാണ്. പക്ഷെ ഹെൽമെറ്റ് വെക്കാത്ത എല്ലാ സമയത്തും 500 രൂപ പിഴ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നില്ല. പോലീസ് പിടിക്കുമ്പോൾ മാത്രമേ അത് അടയ്ക്കണ്ടൂ. മനസ്സിലായി. അപ്പൊ അങ്ങനെ അതുപോലെ യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ട അല്ല പോയിന്റ്. സാറേ, അതൊരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് വന്നതാണ്. അപ്പം അവര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവര് തന്നെയാണ്, പക്ഷെ അതും അറിയാതെ പോയതാണ്. മനസ്സിലായി. ഇതിപ്പോ അറിയാതെ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളതാണ് അറിയാം. വ്യക്തിഗതമായ സംഗതി. നമ്മൾ അങ്ങനെ അറിയാതെ പോകുന്ന കുറെ സംഗതികളുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ പറയുന്ന പോലെ നമ്മളത് മാർച്ചിൽ അടച്ചു വെക്കുക, ഡിപ്പാർട്ട്മെന്റും അറിയാതെ പോകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. സാറേ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ സാറേ? പറഞ്ഞോളൂ. സാറേ, ഒരു TDS റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ പാർട്ടി ചെല്ലാൻ അടച്ചതാണ്. ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ജൂണിൽ ചെല്ലാൻ അടച്ചു. സെക്കൻഡ് ക്വാർട്ടറിലും അയാൾ പിന്നെ ഒരു ചെല്ലാൻ അടച്ചു, പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്തില്ല. തേർഡ് ക്വാർട്ടറിലാണ് ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്തു. അവിടെ ബുക്ക് ഡേറ്റ് ആ തേർഡ് ക്വാർട്ടറിലെ ഡേറ്റ് ഒക്ടോബർ കൊടുത്തു, പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്ത് കയറിപ്പോയി, സബ്മിറ്റ് ആയി. പക്ഷേ ഫസ്റ്റ് ക്വാർട്ടറിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഷോർട്ട് ഡിഡക്ഷൻ എന്നും പറഞ്ഞ് എനിക്ക് ആ സെയിം ചെല്ലാൻ എമൗണ്ട് വന്നു. അപ്പം ഇനി ബുക്ക് ചെയ്ത ഡേറ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ ചെല്ലാൻ്റെ ഡേറ്റ് കൊടുത്തതിന് ബുക്ക് ഡേറ്റ് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഷോർട്ട് ഡിഡക്ഷൻ എന്ന് വന്നത്. അങ്ങനെയാണ് സെക്കൻഡ് ക്വാർട്ടറിലും ഇത് തന്നെ വരേണ്ടതല്ലേ? അത് വന്നില്ല. അപ്പൊ ഷോർട്ട് ഡിഡക്ഷൻ ചലാനത് ഏതിലെങ്കിലും നമ്മൾ ഒന്നിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് സംഗതി വെച്ചിട്ടാണല്ലോ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതെ. ഓൾറെഡി ആ ചലാൻ മറ്റേലേക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാവാം ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടാവാം. എനിക്ക് വാട്സാപ്പ് ആയിട്ട് അയക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ഒന്ന് പറയാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, കൃഷ്ണപ്രിയ സാർ ചോദിച്ചത് ലോങ് ടൈം ക്യാപിറ്റലും ഷോർട്ട് ടൈം ക്യാപിറ്റലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചത്. പുതിയ മാറ്റം എന്നുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111 എന്നുള്ളത് 15% എന്നുള്ളത് 20% ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അത്രയുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുള്ള മാറ്റം. 15% 111 20% ആക്കി കൂട്ടിയിട്ടുണ്ട്.
ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുള്ള മാറ്റം 112 എന്നുള്ളത് 12% ചുരുക്കി. എന്നാൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. സാറേ എനിക്ക് ചോദിച്ചത്, ആ കുട്ടി ചോദിച്ചത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നാണ് ചോദിച്ചതെന്ന് ഞാനത് മനസ്സിലാക്കിയത്. അതാണോ ഉദ്ദേശിച്ചത് കൃഷ്ണപ്രിയ? കൃഷ്ണപ്രിയ, ആർ യു ദേർ? ആണെന്നില്ല. ഇറ്റ്സ് ഓക്കെ. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. പറയൂ ദിവ്യ. സാറേ, ദിവ്യ അതിരമ്പുഴയാണ്, ചാർട്ടർ അക്കൗണ്ട് ആണ്. പ്ലീസ്. നമസ്കാരം, പറഞ്ഞു. എന്റെ സംശയം വെച്ചാൽ നമ്മുടെ 194 ടിയില് 6 lakh പ്രോഫിറ്റ് ഇല്ലേ, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. 40B ആണ് പറയുന്നത്. അതെ. അപ്പൊ അതില് നമുക്ക് അതിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് ഈ 1/4/25 മുതലാണോ, അത് കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ അതിന്റെ ആപ്ലിക്കബിലിറ്റി വരുമോ? ഈ 6 ലക്ഷം. അത് 40B എന്നുള്ളത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇയർ തൊട്ട് അടുത്ത അസസ്മെന്റ് ഇയർ തൊട്ട് അപ്ലിക്കബിൾ ആണ്. എന്നാൽ 194T എന്നുള്ളത് അതിന്റെ അടുത്ത വർഷം തൊട്ടുണ്ടാവുന്നതിലേക്കാണ് അപ്ലിക്കബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് കറന്റ് ഇയർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്, കറന്റ് റണ്ണിംഗ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 lakhന്റെ അത് എടുക്കാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു. കൃഷ്ണപ്രിയ, പിന്നീട് ഒന്ന് വിളിക്കൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റലും ഷോർട്ട് ടൈം ക്യാപിറ്റലും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പേഴ്സണലി ഒന്ന് വിളിക്കൂ, നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ നമ്പർ ഉണ്ടല്ലോ, എൻ്റെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ ഇഷ്യൂ. സമയം കളയണ്ട, കാരണം 9:26 4 മിനിറ്റും കൂടി നമുക്ക് ബാക്കിയുണ്ട്. വൺസ് അഗൈൻ വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പ്രൊസീഡ് ചെയ്യട്ടെ, വൈൻഡപ്പ് ചെയ്താലോ നമുക്ക്? ഓക്കെ. നിങ്ങൾക്ക് ഈ റെക്കോർഡിംഗ് വേണം എന്ന് പറഞ്ഞ ആൾക്ക് റെക്കോർഡിംഗ് ഞാൻ നാളത്തെയും കൂടി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം വെച്ചാൽ എത്ര പേർക്ക് വേണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട്, അപ്പോൾ ഒറ്റയടിക്കാൻ സ്ട്രെച്ചിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നാളെ രാവിലെ റെക്കോർഡിംഗ് കിട്ടിയിട്ടാണെന്ന് ആരും വിളിക്കണ്ട. രണ്ടും കൂടി ഇന്നത്തെ നാളത്തെയും കൂടി റെക്കോർഡിംഗ് ആടായിരിക്കും ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പോകേണ്ടത്. കാരണം എനിക്ക് ആ സമയം കുറച്ചും കൂടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോണ്ട് വറി. അതോടൊപ്പം തന്നെ റെക്കോർഡിംഗ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ PPT അടക്കം നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറെ ആർക്കെങ്കിലും ഇത് വേണമെന്ന് PPT അടക്കം വേണമെന്നുള്ള ആളുകൾ എന്നെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യാം. നാളത്തെ ലിങ്ക് ഇന്ന് തന്ന സെയിം ലിങ്ക് തന്നെയാണ്, മറക്കണ്ട. അതോടൊപ്പം തന്നെ GST കോഴ്സിനെ കുറിച്ചോ TDSന്റെ കോഴ്സിനെ കുറിച്ചോ താല്പര്യം ഉണ്ടെങ്കിലും പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യാം. വൺസ് അഗൈൻ സർ, താങ്ക് യു ഫോർ വണ്ടർഫുൾ സപ്പോർട്ട്, സാറിൻ്റെ വണ്ടർഫുൾ സെഷൻ. കാരണം വെച്ചാൽ സാറിനെ ഒരു സെഷനിലേക്ക് കിട്ടുക എന്നുള്ളത് വളരെ വരും. സാറ് ഓടി നടന്ന സെഷൻ എടുക്കുന്ന വളരെ, എനിക്ക് തോന്നുന്നു സാറിൻ്റെ പാഷൻ സത്യം പറഞ്ഞാൽ അതാണ്. എനിക്ക് ഓണം ഇന്നലെ ഇന്നും തൃശ്ശൂരായിരുന്നു. എനിക്കറിയാം, ഞാൻ ഇന്നലെ വൈകിട്ട് സാറിനെ കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ മറ്റേ സാർ പറഞ്ഞ മാതിരി മറ്റേ പാലക്കാട് കൊല്ലംകോടായിരുന്നു. ഫുൾ യാത്രയാണ്. ഇതിൻ്റെ ഇടയ്ക്കും ഈ ഒരു പാഷനോട് കൂടി മാത്രം സെഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ സാറ് നമ്മളോട് തന്നിരിക്കുന്ന സപ്പോർട്ട് ഞാൻ TDSൻ്റെയും ഇൻകം ടാക്സിൻ്റെ ഒരു കോഴ്സ് ഞാൻ സാറും സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സാർ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു ബെനിഫിറ്റാണ് സാറിൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് TDSനെ കുറിച്ചും IT റിട്ടേണിനെ കുറിച്ചും ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഡോണ്ട് മിസ് ഇറ്റ്. ഏപ്രിൽ 7-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കാരണം അതൊന്നെല്ലാം കൂടി വിശദമായിട്ട് നിങ്ങൾക്കുള്ള സമയം കളയണ്ട എന്ന് വെച്ചിട്ടാണ്. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ആവശ്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം, പിന്നെ നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്കോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് കൃത്യം 9:38 വിത്ത് ഓൾ ദീസ് വേർഡ്സ് വൺസ് അഗൈൻ താങ്ക് യു സർ. താങ്ക് യു ഓൾ പാർട്ടിസിപ്പൻസ് ഫോർ യുവർ വണ്ടർഫുൾ കോപ്പറേഷൻ. കാരണം 66 പേരിൽ നിന്ന് 40 പേരും അവസാനം വരെ ഈ സെഷൻ കേട്ടു നിന്നുള്ളതിന് വലിയ സന്തോഷം. നമുക്ക് നാളെ വീണ്ടും 8 മണിക്ക് കാണാം. താങ്ക് യു. ഞാനൊന്ന് റെക്കോർഡിംഗ്